ആരോഗ്യത്തിന്റെ ഇസ്ലാമും ശാസ്ത്രവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ അബു ഫർഹാസ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഇവിടെ സന്നിധരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ, മറ്റു നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ വിഷയം ഇസ്ലാമും ആധുനിക വൈദ്യശാസ്ത്രവും അല്ലെങ്കിൽ ശാസ്ത്രവും എന്നുള്ളതാണ്. വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ആമുഖമായിട്ട് നിങ്ങളുടെ മുന്നിൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, നിങ്ങളുടെ മുന്നിൽ പറയുക എന്നുള്ള എനിക്ക് തോന്നുന്നു അതായിരിക്കും ഈ വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യേണ്ട ഒരു ധർമ്മം എന്ന് തോന്നുന്നു. ഇസ്ലാം അൽഹംദുലില്ലാഹ് ഈ വലിയൊരു പരിപാടിയുടെ ഒരു ചെറിയൊരു ഇലയാകാൻ കഴിഞ്ഞതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ വന്നപ്പോൾ അല്ലെങ്കിൽ വരുന്ന സമയത്ത് എന്നെ സ്മരിച്ച എൻ്റെ ഉസ്താദന്മാരോടും ഈ മഹത്തായ സ്ഥാപനത്തോടും ഞാൻ അതിയായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതമാണ്, സാഹോദര്യത്തിന്റെ മതമാണ്. ഇസ്ലാമിൽ അസ്സലാം എന്ന് പറയുന്ന പദത്തിൽ നിന്നാണല്ലോ ഇസ്ലാം ഉത്ഭവിച്ചിട്ടുള്ളത്. സൃഷ്ടാവിന്റെ മതമാണ്. സൃഷ്ടാവ് സൃഷ്ടികൾക്ക് കൊടുത്ത ഒരു ജീവിത മാർഗമാണ് ഇസ്ലാം. അതിലൊരിക്കലും അപാകതകൾ വരാൻ യാതൊരു സാധ്യതയില്ല, വരാൻ പാടില്ല. കാരണം സൃഷ്ടികൾക്ക് എന്താ വേണ്ടതെന്ന് സൃഷ്ടാവിനറിയാം. സൃഷ്ടാവിനേക്കാളും സൃഷ്ടികൾക്ക് എന്താ വേണ്ടതെന്നറിയുന്ന മറ്റൊരാളും മറ്റൊരു വ്യക്തിയും മറ്റൊരു സംഭവവും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ സൃഷ്ടാവിൽ നിന്ന് ഉത്ഭവിച്ച മതത്തിന് യാതൊരു തരത്തിലും ഒരു വൈകല്യങ്ങൾ ഉണ്ടാകുകയില്ല. ഇസ്ലാം ഒരിക്കലും നമുക്കറിയാം, ഇന്ന് നാം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിനെ ഒരുപാട് ചൂഷണം ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാഴ്ത്തുന്ന കാലഘട്ടത്തിലാണ്. ഒരു മുസ്ലിമായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെയധികം വിഷമം പിടിക്കുന്ന ഒരു ജീവിതമായിട്ട് ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിമായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ച ഒരു സമയത്താണ് നാം എല്ലാവരും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം പേരുകൾ ഉണ്ടായതുകൊണ്ട് അവർ മുസ്ലിങ്ങളാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു അഹമ്മദ്, ഒരു മുഹമ്മദ് എന്നൊന്നും പറഞ്ഞാൽ അവർ മുസ്ലിം ആകണമെന്നില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളിലൂടെ നടക്കുമ്പോൾ മാത്രമാണ് മുസ്ലിം ആകുന്നത്. അല്ലാതെ മുസ്ലിമിന്റെ പേര് നൽകുന്നത് കൊണ്ട് ഒരു മനുഷ്യനും മുസ്ലിം ആവുകയില്ല. നമുക്കറിയാം, ഇന്ന് ഇസ്ലാമിനെ വളരെയധികം ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാഴ്ത്തുന്നത് തീവ്രവാദത്തിന്റെ ഒരു ബേസ് നൽകിയിട്ടാണ്. ഇസ്ലാം ഒരിക്കലും തീവ്രവാദികളെ സംരക്ഷിക്കുന്നില്ല. ഇസ്ലാം ഒരിക്കലും തീവ്രവാദപരമായിട്ടുള്ള ഒരു മതമല്ല. അയൽവാസി ഭക്ഷണം കഴിക്കാതെ വിശക്കുമ്പോൾ അവനവന്റെ വയറ് നിറക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. ആ മതം ഈ അയൽവാസി എന്ന് പറയുന്ന ഒരു മുസ്ലിമായിട്ടുള്ള ഒരു അയൽവാസിയാകണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയാവണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഹൈന്ദവനാവണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ മതത്തിൽ എങ്ങനെയാണോ ഒരു തീവ്രവാദി ഉടലെടുക്കുന്നത്? തീവ്രവാദികൾക്ക് മതമില്ല. അവർക്ക് പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് അവർ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ പൊയ്ക്കൂത്തുകൾ കാട്ടിക്കൂട്ടുന്നു എന്നുള്ളതല്ലാതെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യമില്ല. ഏത് മതമാണ് തീവ്രവാദി? മാനിഷാദ, അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് വാൽമീകി എഴുതി വെച്ച രാമായണം അത് പഠിക്കുന്ന ഏത് ഹൈന്ദവനാണോ ഒരു തീവ്രവാദിയായി മാറുക? അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ, ലോകത്തിന് അവരുടെ വിശ്വാസത്തിൽ തെറ്റുണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്, അവരുടെ ഒരു വിശ്വാസപ്രകാരം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കുരിശിൽ തറക്കപ്പെട്ടത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്കും തീവ്രവാദിയാകാൻ കഴിയും. അപ്പൊ ഞാൻ പറയുന്ന വിഷയം ഇത്ര മാത്രമേ ഉള്ളൂ. തീവ്രവാദികൾക്ക് മതമില്ല.
അവർക്ക് മതമില്ല. അവർ ഇസ്ലാമിന്റെ പേരുണ്ടായത് കൊണ്ട് മാത്രം, ഒരു അഹമ്മദ്, മുഹമ്മദ് എന്ന് പേരുണ്ടായത് കൊണ്ട് എങ്ങനെയാണ് ഇസ്ലാമിനെ വിലയിരുത്തുന്നത്? ഇസ്ലാമിനെ, ഒരു മതത്തെ വിലയിരുത്തുമ്പോൾ ആ മതത്തിന്റെ ആശയങ്ങളിലൂടെ വിലയിരുത്തണം, ആ മതത്തിന്റെ മൂല്യങ്ങളിലൂടെ വിലയിരുത്തണം. ആ മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ശോഭയായി തെളിയുന്ന മഹാരഥന്മാരുണ്ട്. അവരുടെ ജീവിതം മാർഗമായി നിന്നുകൊണ്ട് ഇസ്ലാമിനെ വിലയിരുത്തണം. അല്ലാതെ ചില ആളുകൾ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതിനെ ഇസ്ലാമിനെ പഴിച്ചിട്ട്, അല്ലെങ്കിൽ ഇസ്ലാമിന് അതിന് യാതൊരു പങ്കുമില്ല. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, സമാധാനമാണ് ഇസ്ലാമിന്റെ മാർഗം. അള്ളാഹുവിന്റെ ഭാഷ എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിനപ്പുറമുള്ള ഒരു ഭാഷ അള്ളാഹ്ക്കില്ല. നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണത്. പിന്നെ മറ്റൊരു തരത്തിൽ നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ മറ്റൊരു തരത്തിൽ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാഴ്ത്തുന്നത് സ്ത്രീകൾ, ഫെമിനിസ്റ്റുകൾ പറയാറുണ്ട്, അവർക്ക് ഇസ്ലാം അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചു എന്ന് പറയുന്നു. ഇസ്ലാം ഒരിക്കലും ഒരാളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഒരു മതമല്ല, അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്ന മതമാണ്. നിങ്ങൾക്കറിയണം, ഈ വിഷയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഈ ലോകത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം, അവർക്ക് അഭിമാനം നൽകിക്കൊടുത്തൊരു മതമാണ് ഇസ്ലാം. എന്തുകൊണ്ട്? മറ്റൊരു മതത്തിലും ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇസ്ലാമിൽ. എന്തുകൊണ്ട്? ഒരു കല്യാണം കഴിച്ചാൽ ഒരാളെ ഉപേക്ഷിക്കാനുള്ള കഴിവ്, അതിന്റെ ആദ്യമായിട്ട് അതിനുള്ള അവകാശം ഒരു സ്ത്രീക്ക് നൽകിയത് ഇസ്ലാമാണ്. ആ സ്ത്രീക്ക് വേണമെങ്കിൽ ഫസ്ഖ് ചെയ്യാം. ഏത് മതത്തിലാണുള്ളത്? ഏതെങ്കിലും ഒരു മതത്തിൽ സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കാൻ പറ്റുന്നത് ഇസ്ലാം കൊണ്ടുവരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നിയമപരമായിട്ടുള്ള കാര്യമാണ്, മതപരമായിട്ടുള്ള കാര്യങ്ങളല്ല. രണ്ടാമത്തെ കാര്യം, സ്ത്രീക്ക് സ്വത്തവകാശം കൊടുത്ത ആദ്യത്തെ മതം, ആദ്യത്തെ ഒരു ജീവിതശൈലി എന്ന് പറയുന്നത് ഇസ്ലാമാണ്. സ്ത്രീക്ക് അവളുടെ ഭർത്താവിന്റെ സ്വത്തവകാശമുണ്ട്, അവൾക്ക് അവളുടെ ഉപ്പയുടെ സ്വത്തിൽ നിന്ന് അവകാശമുണ്ട്. പോരാ, ഇസ്ലാം കൊടുത്ത ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, ഒരു മകന്റെ സ്വത്തിൽ ഒരു സ്ത്രീക്ക് അവകാശമുണ്ട്. അത് ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സാമ്പത്തിക ലോകത്തിന് ഏറ്റവും വിപ്ലവകരമായിട്ട് സമ്മാനിച്ച ഒരു സംഭവമാണ് അത് ഇസ്ലാമിലാണ്. ഇത്രമാത്രം ഇസ്ലാം സ്ത്രീകളെ ആദരിച്ചിട്ടുണ്ട്, അവരെ ബഹുമാനിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അവരുടെ സ്വാതന്ത്ര്യത്തെ ഇസ്ലാം ഹനിച്ചു എന്ന് പറയുന്നത്? അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങാടിയിലൂടെ നടക്കുകയാണോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യത്തിന് ഒരു അർത്ഥമുണ്ട്. എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ? ആ സ്വാതന്ത്ര്യത്തിന്റെ ചിട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള എല്ലാ കാര്യവും സ്ത്രീകൾക്ക് മാത്രമേ, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കൊടുത്തിട്ടുണ്ട്. അത് പുറത്ത് കാണുന്ന കാഴ്ചകൾ കൊണ്ട് ഒരിക്കലും ഇസ്ലാമിനെ വിലയിരുത്താൻ പാടില്ല. ഇസ്ലാം എന്താണെന്ന് പഠിക്കണം, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ എന്താണെന്നറിയണം. എന്നതിന് ശേഷം പറയണമെങ്കിൽ പറയട്ടെ, ഇന്ന് പറയാനൊരു വിഷയമുണ്ടാവില്ല. ഇസ്ലാമിനെ ശരിക്കും പഠിച്ചൊരു മനുഷ്യർക്ക് ഇസ്ലാമിനെതിരായി പറയാൻ യാതൊരു വിഷയം ഉണ്ടാവില്ല. ഇത് പഠിക്കാതെ അല്പജ്ഞാനം മൂഢത്തരമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അല്പജ്ഞാനത്തിന്റെ കാര്യം കൊണ്ട് മാത്രമാണ്, വേറൊന്നുമില്ല. സഹോദരങ്ങളെ, ശാസ്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും ഇസ്ലാമിന് അന്യമല്ല. ഇസ്ലാമിന്റെ വഴിയിലൂടെയാണ് ശാസ്ത്രം വരുന്നത്. ഇസ്ലാം ഒരിക്കലും ശാസ്ത്രത്തിന്റെ വഴിയിലൂടെയല്ല പോകുന്നത്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനുണ്ട്. ശാസ്ത്രം എന്ന് പറയുന്നത്, ശരിക്കും എന്താണ് ശാസ്ത്രം എന്ന് പറയുന്നത്? ശാസ്ത്രം എന്നത് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ, ഈ യൂണിവേഴ്സിൽ ഓരോരോ നിയമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ നിയമങ്ങളെ മനുഷ്യൻ കണ്ടുപിടിക്കുമ്പോൾ അതിന് ശാസ്ത്രം എന്ന് പറയുന്നു. സൃഷ്ടാവ് സൃഷ്ടിച്ച ചില നിയമങ്ങൾ സൃഷ്ടി കണ്ടുപിടിക്കുന്നു എന്ന് മാത്രം, അതാണ് ശാസ്ത്രം. അത് ഇസ്ലാമിനോ അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ടുള്ള വീക്ഷണങ്ങൾക്കോ, ഇസ്ലാമിൽ സൂറത്തുർ റഹ്മാൻ ഉണ്ടല്ലോ, സൂറത്തുർ റഹ്മാൻ, അർ-റഹ്മാൻ എന്ന് പറയുന്ന സൂറത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരുപാട് ശാസ്ത്രസത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലോട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ അമുസ്ലിങ്ങളാണ് അതിലോട്ട് കൂടുതൽ ഇറങ്ങിച്ചെന്ന് ചിന്തിച്ചിട്ടുള്ളത്. സൂറത്തുർ റഹ്മാനിൽ ഒരു വാക്കുണ്ട്, ഫഇദൻ ഷഖ്ഖത്തിസ് സമാഉ ഫകാനത് വർദതൻ കദ്ദിഹാൻ. നിങ്ങൾ ഈ കാണുന്ന ആകാശമുണ്ടല്ലോ, അത് നിങ്ങളുടെ മുന്നിൽ പിളർത്തുകയാണെങ്കിൽ ഒരു റോസാപ്പൂവിന്റെ ഇതളുകളെ പോലെ നിങ്ങൾക്ക് കാണപ്പെടുമെന്ന് ഖുർആൻ പറയുന്നു, സൂറത്തുർ റഹ്മാൻ പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? 1994 നാസ
മനസ്സിലാക്കണം, ഒരു മുസ്ലിം അംഗം പോലും ഇല്ലാത്ത നാസ കണ്ടുപിടിക്കുന്ന സത്യം 1000 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. 1994 നാസ ഇത് കണ്ടുപിടിക്കുന്നത്. നാസ എന്താണ് കണ്ടുപിടിച്ചത്? ഈ ആകാശം എന്ന് പറയുന്ന ഈ സാധനം, നമ്മൾ ഈ കാണുന്നത് പോലെയല്ല ഈ ആകാശം. നമ്മൾ ഈ കാണുന്ന നീല കളറല്ല, ശരിക്കും ആകാശത്തിന് കളറില്ല, കറുത്ത കളറാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ആകാശം നീല കളറായി കാണപ്പെടുന്നു? ഒരുപാട് ഭൗതിക ശാസ്ത്രം പറയുന്ന ഒരുപാട് തത്വങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് അത് നീല കളറായി വരുന്നത്. ഒന്ന്, ഡിഫ്ലക്ഷൻ, റിഫ്ലക്ഷൻ, റയറിഫാക്ഷൻ, രാമൻ ഇഫക്റ്റ് എന്നീ പറയുന്ന 4 സിദ്ധാന്തങ്ങൾ കൊണ്ട് മാത്രമാണ് നാം ഈ കാണുന്ന ഈ ആകാശം എന്ന് പറയുന്നത് നീല കളറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് ശാസ്ത്രം കാണുന്നത്. രാമൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു ശാസ്ത്രജ്ഞനുണ്ടായി, സർ സി വി രാമൻ എന്ന് പറയുന്നത്, അദ്ദേഹം കണ്ടുപിടിച്ചതാണ് രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നീല കളറിൽ ആകാശം കാണാൻ പറ്റുന്നത്. നാസ കണ്ടുപിടിക്കുന്നു, ഈ ഭൗതിക ശാസ്ത്രം പറയുന്ന ഈ തത്വങ്ങൾ, ഈ 4 തത്വങ്ങൾ ഒരുപക്ഷെ ഇല്ലാണ്ടെയാകുകയാണെങ്കിൽ, പെട്ടെന്ന് ഇല്ലാണ്ടെയാകുകയാണെങ്കിൽ നമ്മൾ ആകാശത്തോട്ട് നോക്കുമ്പോൾ റോസാപ്പൂവിന്റെ ഇതളുകളെ പോലെ കാണപ്പെടുന്നു. അങ്ങനെ തന്നെയാണ് നാസ കണ്ടുപിടിച്ചത്. ഒരു പെറ്റൽസ് ഓഫ് ഫ്ലവേഴ്സ്, അതായത് റോസാപ്പൂവിന്റെ അല്ലെങ്കിൽ ഒരു പൂവിന്റെ ഇതളുകളെ പോലെ നമുക്ക് കാണാൻ പറ്റുമെന്ന് നാസ 1994 കണ്ടുപിടിക്കുന്നു. ഇത് എത്രയോ മുമ്പ്, ഇതൊരു വിപ്ലവകരമായിട്ട് നമുക്കറിയാം. ആ ഒരു കാലഘട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം വളരെ വിപ്ലവകരമായിട്ട് കൊണ്ടു നടന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് സത്യങ്ങളുണ്ട്. നമുക്കറിയാം മറ്റൊരു കാര്യം, 1852, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1852 വീണ്ടും നാസ ഒരു കാര്യം കണ്ടുപിടിക്കുകയുണ്ടായി. അതിനു മുമ്പ് നമുക്കറിയാം, യാസിനിൽ പറയുന്നുണ്ടല്ലോ, വശംസു തജ്രീലി മുസ്തഖറിൽ ലഹാ, സൂര്യൻ അതിൻ്റെതായിട്ടുള്ള ഭ്രമണപഥത്തിൽ കറങ്ങുന്നുണ്ട്. അപ്പൊ ഇതിനാദ്യം 1852 മുമ്പ് എന്താണ് ശാസ്ത്രം വിചാരിച്ചിരുന്നത്? മറ്റേ എല്ലാ ഗ്രഹങ്ങൾക്കും, ചൊവ്വയ്ക്കും ബുധനും ഭൂമിക്കുമെല്ലാം ഒരു ഭ്രമണപഥമുണ്ട്. ഈ ഭ്രമണപഥം എന്നുള്ളത് സൂര്യൻ ഇല്ല എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. 1852 നാസ കണ്ടുപിടിക്കുന്നത് സൂര്യനും ഒരു ഭ്രമണപഥമുണ്ട്, അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സൂര്യനുണ്ട്, ആ സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഇത് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. 1852 നാസ ഇത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ശാസ്ത്ര സത്യങ്ങൾ ഇസ്ലാമിലൂടെ വരുന്നുണ്ട്. ഇസ്ലാം പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അത് നമുക്ക് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ, ഞാൻ പലപ്പോഴും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്, എന്തുകൊണ്ട് ഇതെല്ലാം അറിയുന്ന മുസ്ലിങ്ങൾ എന്തുകൊണ്ട് അതൊന്ന് കണ്ടുപിടിക്കുന്നതിൽ ഒരു ചെറിയ വിരൽ ഒരു ചെറിയൊരു പങ്ക് വന്നില്ല എന്ന് പറയും. നമുക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ല, അതാണ് പ്രശ്നം. നാം മടിയന്മാരാണ്, ശേഷിയില്ല. ഖുർആൻ ഓരോരോ സത്യങ്ങൾ വെളിപ്പെടുന്നുണ്ടെങ്കിൽ രണ്ടാമത്തൊരു കാര്യം ഈമാൻ. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സത്യമുണ്ട്. അതിലോട്ടൊന്ന് ഇറങ്ങി ചിന്തിച്ചാൽ നാസയെപ്പോലെ നമുക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷെ ഇറങ്ങി ചിന്തിക്കാതെ, അവർ ഖുർആനിൽ വന്നിട്ടല്ല അവർ ചിന്തിച്ച്, അവർ വേറെ പല കാര്യങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കുന്നു. അത് പുറത്തു വരുമ്പോൾ ഖുർആനിൽ പലതും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയായി മാറുന്നു എന്ന് മാത്രം. മറ്റൊരു വിഷയം ശാസ്ത്രത്തിൽ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് വളരെ അങ്ങേയറ്റം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ക്ലോണിംഗ്. ക്ലോണിംഗ് എന്ന് പറയുന്നത്, ക്ലോണിംഗ് അനുവദിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം അത് വേറൊരു തരത്തിൽ നിൽക്കട്ടെ. പക്ഷെ ക്ലോണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ശാസ്ത്രത്തിന് ഒരുപാട് ആളുകൾ, നമുക്കറിയാം, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, 1990 ആദ്യമായി 1990 ആ ഒരു കാലഘട്ടങ്ങളിലാണ് ആദ്യമായി ക്ലോണിംഗ് ചെയ്തുകൊണ്ട് ഒരു ചെമ്മരിയാടിനെ സൃഷ്ടിക്കുന്നത്. ഡോളി എന്നാണ് ചെമ്മരിയാടിന്റെ പേര്. ആ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ദൈവത്തിന്റെ കരങ്ങൾ മനുഷ്യനിലോട്ട് വന്നുപെട്ടു. ദൈവം ഇവിടെ ഇവിടെ എന്താണ് പ്രകൃതിദത്തമായ ചില നിയമങ്ങളുണ്ട്. ഈ പ്രകൃതിദത്തമായ നിയമങ്ങൾക്ക് മനുഷ്യനനുസൃതമായി ചെയ്യുമ്പോൾ അവിടെ ഒരു സംഭവം സംഭവിക്കുന്നു എന്നുള്ളതല്ലാണ്ട് ഇതിൽ മനുഷ്യന്റെ കൈകടത്തുകളൊന്നുമില്ല. എന്താണ് ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ? ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ ഇരട്ട ജനിതകമുള്ള ഒരു കോശത്തിനെ വിഭജിക്കാനുള്ള ശേഷിയുള്ളൂ. അതാണ് അതിന്റെ അടിസ്ഥാനപരമായ തത്വം. ഇരട്ട ജനിതകമുള്ള ഒരു കോശത്തിനെ വിഭജിക്കാനുള്ള ശേഷിയുള്ളൂ. ഒരു മനുഷ്യന് അണ്ഡാശയവുമുണ്ട്, പുരുഷന്റെ ബീജവുമുണ്ട്. അണ്ഡാശയവും ഒറ്റ ജനിതകമുള്ള സംഭവമാണ്.
പുരുഷ ബീജവും ഒറ്റ ജനിതകമുള്ള സംഭവമാണ്. ഈ ഒറ്റ ജനിതകമുള്ള സംഭവങ്ങൾ രണ്ടും കൂടി കൂടിച്ചേരുമ്പോൾ ഇരട്ട ജനിതകമുള്ള സംഭവമാകുന്നു. പ്രകൃതിദത്തമായ അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രകൃതിയിൽ വെച്ചിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണത്. ഇരട്ട ജനിതകം ഉണ്ടാകുന്ന ഒരു സാധനത്തിന് വിഭജിക്കാൻ കഴിയുകയുള്ളൂ. അണ്ഡാശയവും ബീജവും തമ്മിൽ കൂടുമ്പോൾ ഇരട്ട ജനിതകമായി അതിന് വിഭജിക്കാനുള്ള ശേഷിയുണ്ട്. അത് കൈകാലുകൾ വരുന്നു, അതിലോട്ട് എല്ല് വരുന്നു, അതിലോട്ട് ഹൃദയം രൂപപ്പെടുന്നു, അതിലോട്ട് മുടി രൂപപ്പെടുന്നു, അവസാനം ഒരു വ്യക്തിയായി ഒരു ജീവിയായി അത് അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്നു. എന്താണ് ഇവിടെ ക്ലോണിങ്ങിൽ ചെയ്യുന്നത്? ക്ലോണിങ്ങിൽ ഈ ഒറ്റയായ ജനിതകമുള്ള അണ്ഡാശയത്തിന്റെ ഈ ജനിതകമായിട്ടുള്ള ന്യൂക്ലിയസിനെ രണ്ട് ഒരേ സെയിം, നിങ്ങൾക്കൊരു പക്ഷേ കൂടുതൽ പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല, ഒരേ സെയിം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ശരീരത്തിന്റെ കോശങ്ങളിൽ നിന്ന് ഇരട്ടയായ ഒരു ജനിതകം, ആ കോശത്തിന്റെ ജനിതകത്തിൽ നിന്ന് ഒരു ഇരട്ടയായ കോശകം എടുത്ത് ഇവിടെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ എന്തായി? ഒറ്റയായ ജനിതകം ഇരട്ടയായ ജനിതകമായി. പിന്നീട് അമ്മയുടെ ഗർഭാശയത്തിൽ ഇട്ടുകൊടുക്കുന്നു അത് വളരാൻ. പക്ഷെ വളർത്തുന്നത് ശാസ്ത്രമല്ലല്ലോ, വളർത്തുന്നത് ശാസ്ത്രമല്ലല്ലോ. അതിന് വിഭജിക്കുന്നത് ശാസ്ത്രമാണോ? അത് വിഭജിക്കുന്നത് അല്ലാഹുവാണ്. അതിന് വളർത്തുന്നത് അല്ലാഹുവാണ്. ഒരു മനുഷ്യരൂപം നൽകുന്നത് അല്ലാഹുവാണ്. ഒരു ജീവിയുടെ രൂപം നൽകുന്നത് അല്ലാഹുവാണ്. അതെല്ലാം അല്ലാഹുവിന്റെ കഴിവാണ്, ശാസ്ത്രത്തിന്റെ കഴിവല്ല. ശാസ്ത്രം അവിടെ ഒരു നിയമം, ഒരു പ്രകൃതിയിലുള്ള ഒരു നിയമം, അത് അനുസരിച്ചുകൊണ്ട് ചില കണ്ടെത്തുകളിൽ കണ്ടെത്തുന്നു എന്ന് മാത്രം. അങ്ങനെ ഇരിക്കെ തന്നെ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ അവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു ക്ലോണിംഗ് എന്ന് പറയുന്നത് ഒന്നുക്കൊരു ആണ് വേണം, അല്ലെങ്കിൽ ഒരു പെണ്ണ് വേണം. ഒരാണും പെണ്ണും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു പെണ്ണിൽ നിന്ന് മാത്രം മസീഹുല്ലാഹ് ഈസാ അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു ആണിൽ നിന്ന് മാത്രം ഹവ്വാ ബീവിയെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് അവിടെ പ്രശ്നം? അവിടെ ഇസ്ലാം എന്ന് പറയുന്നത്, അതാണ് പറയുന്നത്, നേരത്തെ എത്രയോ കാലം മുമ്പ് തന്നെ ഈ ക്ലോണിംഗ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ വളരെയധികം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അന്നത്തെ കാലത്ത്, ഈ ക്ലോണിംഗ് വന്ന കാലത്ത് വലിയൊരു ചർച്ചാ വിഷയം ഇതായിരുന്നു. അത് അനുവദിക്കണോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. അത് ചിന്തിക്കണം. അതിന്റെ ന്യായങ്ങളും അന്യായങ്ങളും വെച്ചുകൊണ്ട് അത് അനുവദിക്കാൻ പാടില്ലെങ്കിൽ അനുവദിക്കാൻ പാടില്ല. പക്ഷേ അത് ശാസ്ത്രം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വഴിയിലൂടെ തന്നെയാണ് അവിടെയും ശാസ്ത്രം സഞ്ചരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ശാസ്ത്രം ഒരുപാട് പുരോഗമിക്കുമ്പോൾ, ഒരുപാട് വലുതായി വരുമ്പോൾ മനുഷ്യൻ രണ്ട് പ്രശ്നത്തിലാണ് അകപ്പെടുന്നത്. അല്ലെങ്കിൽ സാമൂഹികപരമായി നാം എല്ലാം വല്ലാത്ത ഒരു സാംസ്കാരികത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് രണ്ട് പ്രശ്നങ്ങളാണ് ഏറ്റവും അധികം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു മനുഷ്യനെ ഇന്ന് വേട്ടയാടുന്നത്. ഒന്ന്, മനസ്സമാധാനം, മനസ്സന്തോഷമില്ലാതിരിക്കുക. രണ്ട്, അസുരക്ഷിതത്വം. ഈ രണ്ട് കാര്യത്തിനും ഈ രണ്ട് കാര്യങ്ങളും ആ രോഗത്തിനോട് അനുസൃതമായി കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇസ്ലാമിൽ ആരോഗ്യത്തിന് ആദ്യം ലോക ആരോഗ്യ സംഘടന നൽകിയിട്ടുള്ള ഒരു വിവക്ഷ എന്താണ് ആരോഗ്യമെന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ ആരോഗ്യവാനാണ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും കാരണം? ലോകാരോഗ്യ സംഘടന പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് ബൈ മിയർ ആബ്സെൻസ് ഓഫ് എനി ഡിസീസ്, ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് ഫിസിക്കൽ, സ്പിരിച്വൽ, സോഷ്യൽ ആൻഡ് മെന്റൽ വെൽബീയിങ് ഓഫ് എ പേഴ്സൺ. ഇറ്റ്സ് നോട്ട് ബൈ മിയർ ആബ്സെൻസ് ഓഫ് എനി ഡിസീസ്. ഒരു അസുഖമില്ലാതിരിക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യൻ ആരോഗ്യവാനാണെന്ന് പറയാൻ യാതൊരു നിർവാഹവുമില്ല. പിന്നെ എന്താണ് ലോകാരോഗ്യ സംഘടന അത് വിവക്ഷിക്കുന്നു? ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് ഫിസിക്കൽ, the complete mental, the complete social and spiritual well-being of a person. ഒരു മനുഷ്യൻ അവന്റെ ശാരീരികമായിട്ടുള്ള സ്വാസ്ഥ്യം പാടില്ല, ഒരു മനുഷ്യന് മാനസികമായ സ്വാസ്ഥ്യം പാടില്ല, മനുഷ്യന് സാമൂഹികപരമായിട്ടുള്ള സ്വാസ്ഥ്യം പാടില്ല, മനുഷ്യന്. അവസാനമായിട്ട് ലോക ആരോഗ്യ സംഘടന വിവക്ഷിക്കുന്നു, മതപരമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ട് ആത്മീയപരമായിട്ട് അവനൊരു അസ്വാസ്ഥ്യവും പാടില്ല എന്ന്. ഈ നാല് കാര്യങ്ങൾ കൂടിച്ചേരുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് ആരോഗ്യമുണ്ട് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഒരു മനുഷ്യന് മാനസികപരമായിട്ടുള്ള സൗഖ്യം വേണം,
ശാരീരികപരമായിട്ടുള്ള സൗഖ്യം വേണം, സാമൂഹികപരമായിട്ടുള്ള സൗഖ്യം വേണം, അവസാനം പറയുന്നു ആത്മീയപരമായിട്ടുള്ള സൗഖ്യവും കൂടി ഒരു മനുഷ്യന് വേണമെന്ന് ലോകാരോഗ്യ സംഘടന എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ ഏത് കാര്യവും എടുത്താലും ഇന്ന് ലോകത്തിലെ പരമോന്നത അധികാരം അവർക്കാണുള്ളത്. അവരാണിത് വിവക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ നാം കാര്യങ്ങളിലോട്ട് ചിന്തിക്കുമ്പോൾ മനുഷ്യന് ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാകാം, മാനസികപരമായ പ്രശ്നങ്ങളുണ്ടാകാം, സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം, ആത്മീയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും തീർച്ചയായിട്ടും ഡോക്ടർമാരുടെ സഹായം തേടാം. സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാമൂഹികപരമായിട്ട് എന്തെങ്കിലും ആളുകളുടെ സഹായം തേടാം. പക്ഷെ ആത്മീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആരുടെ സഹായം തേടണം? ആത്മീയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന വിവക്ഷിക്കുന്നു. ആത്മീയപരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് മഹാന്മാരായിട്ടുള്ള ആളുകളെ തന്നെ ചെയ്യണം. അവരെ തന്നെ പുൽകുകയല്ലാതെ വേറൊരു മാർഗവുമില്ല. ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ സ്മരണ വേണം. അള്ളാഹുവിനെ സ്മരണയുണ്ടെങ്കിൽ മറ്റൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ആത്മീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആത്മീയ ആചാര്യന്മാരുടെ ആവശ്യമുണ്ട്. അപ്പൊ മമ്പറത്ത് പോണതിൽ തെറ്റൊന്നുമില്ല. മമ്പറത്ത് പോണത് എന്താണ്? ആരാണ്? അവിടെ ആത്മീയപരമായ തേജസ്സുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ അള്ളാഹ് ആദരിച്ചതിനെ ആദരിക്കുക തന്നെ വേണം. അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക തന്നെ വേണം. ഇക്റാം ഒരിക്കലും ആരാധനയാവുകയില്ല. അതാദ്യം മനസ്സിലാക്കണം. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ള, ആത്മീയപരമായിട്ടുള്ള അസ്വാസ്ഥ്യവും ഒരു മനുഷ്യനുണ്ട് എന്ന് ലോക ആരോഗ്യ സംഘടന വരെ വിവക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ചികിത്സ ഇങ്ങനെയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ആരോഗ്യത്തിന്റെ തലങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിൽ 3 തരത്തിലാണ് ഇസ്ലാം ആരോഗ്യത്തെ കാണുന്നത്. ഒന്ന്, ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളുണ്ട്. അത് ഇസ്ലാമിലും പറയുന്നുണ്ട്. മാനസികപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഇസ്ലാമിൽ പറയുന്നുണ്ട്. സാമൂഹികപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഇസ്ലാമിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ കാതലായിട്ടുള്ളൊരു വിഷയം, ഈ ആരോഗ്യത്തിന്റെ കാതലായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് നാം ഈ രോഗങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ്. മാനസികപരമായിട്ടുള്ള രോഗങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള രോഗങ്ങളിലോട്ട് മരുന്ന് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ നിങ്ങളോട് ഒരു സൈക്കോളജിക്കലി ആയിട്ട് അല്ലെങ്കിൽ സൈക്കാട്രിക് ആയിട്ടുള്ള മരുന്നുകൾ പലതും ശരീരത്തെ തളർത്തുക, അതുപോലെ തന്നെ മനസ്സിനെ അതിന്റെ ശരീരത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള ഒരുപാട് മരുന്നുകളാണ് ഇന്ന് അലോപ്പതിയിലുള്ളത്. ആ ഒരു മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മറ്റു പലതുമുണ്ട്. ശരീരത്തിന്റെ ഘടന, ശരീരത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മനസ്സിനെ കൊണ്ടുവരാൻ കഴിയണം. അതിനാണ് ഇന്ന് അലോപ്പതി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സൈക്കാട്രിക് മെഡിസിൻസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ വിഷയം ഇസ്ലാമിൽ എങ്ങനെയാണ്, ഖുർആനിൽ എങ്ങനെയാണ് ആരോഗ്യ വിഷയം എന്നെടുത്ത് നമ്മുടെ വിഷയത്തിലോട്ട് നാം കടക്കുകയാണ്. ആരോഗ്യം എന്ന് പറയുന്നത്, ഈ ആരോഗ്യപരമായിട്ടുള്ള വിഷയത്തിൽ നമുക്ക് എടുത്തു നോക്കുമ്പോൾ ഒരു കുട്ടി ഗർഭാശയത്തിൽ, ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്നത് മുതൽ ഇസ്ലാം ആരോഗ്യത്തെ വിവക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു മനുഷ്യന്റെ മരണം വരെയുള്ള പല കാര്യങ്ങളിലും ഇസ്ലാം ആരോഗ്യത്തെ വിവക്ഷിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സൂറത്ത് മറിയം സൂക്തം 25 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മറിയം ബീവിയോട് ഒരു ഈത്തപ്പഴ മരം അത് കുലുക്കാൻ പറയുന്നു, ഈത്തപ്പഴം കഴിക്കാൻ പറയുന്നു, അതിന്റെ താഴെ ഒരു അരുവി ഉണ്ടാക്കി കൊടുക്കുന്നു, അവിടുന്ന് വെള്ളം കുടിക്കാൻ പറയുന്നു. ഇതൊക്കെ സൂറത്തുൽ മറിയം സൂക്തം 25 സൂക്തത്തിൽ വ്യക്തമാണ്. എന്തുകൊണ്ടാണിത്? ഇതിന്റെ ശാസ്ത്രം എന്താണ്? ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് വളരെ കൂടുതൽ പോഷകം ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, സാധാരണ സ്ത്രീകളിൽ നിന്നല്ലാതെ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് മറ്റു സ്ത്രീകളിലേക്കാളും കൂടുതൽ പോഷകം ആവശ്യമാണ്. ഈത്തപ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. ഈത്തപ്പഴത്തിൽ ഇരുമ്പ് സത്ത് ഏറ്റവും കൂടുതലുള്ളതാണ്. ഈത്തപ്പഴത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ളതാണ്. നമുക്കറിയാം, മാസങ്ങളോളം അള്ളാഹുവിന്റെ റസൂൽ ഈത്തപ്പഴവും വെള്ളവും കുടിച്ച് ജീവിച്ചിട്ടുണ്ട്. എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, ഈത്തപ്പഴത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗ്ലൂക്കോസാണ്. ഒരു മനുഷ്യന്റെ ഊർജം വരുന്നത് ഗ്ലൂക്കോസിൽ നിന്നാണ്. ആ ഗ്ലൂക്കോസ് ഏറ്റവും കൂടുതലുണ്ട് ഈത്തപ്പഴത്തിൽ. അതുപോലെ തന്നെയാണ് ഈത്തപ്പഴത്തിൽ ഇരുമ്പ് സത്തുമുണ്ട്. ഇരുമ്പ് സത്ത്
ഗർഭിണിയായ സ്ത്രീക്ക് സാധാരണ സ്ത്രീകളെക്കാൾ കൂടുതൽ ഇരുമ്പ് സത്ത് അത്യാവശ്യമാണ്. കാരണം അവൾക്ക് അവളുടെ സ്വന്തം ശരീരത്തെ മാത്രമല്ല നോക്കേണ്ടത്, അവളുടെ വയറ്റിൽ വളരുന്ന, അവളുടെ ഗർഭാശയത്തിൽ വളരുന്ന ശിശുവിന്റെ കാര്യം കൂടി നോക്കണം. ശിശു വെറും ഒരു അണ്ഡാശയമായിരുന്നു. അതിൽ നിന്ന് വിഭജിച്ച് ശിശുവിന് അവിടെ രക്തമുണ്ടാകുന്നു. രക്തമുണ്ടാകണമെങ്കിൽ ഇരുമ്പ് സത്ത് പരമപ്രധാനമാണ്. പക്ഷേ ഇവിടെ മറ്റൊരു വിഷയമുള്ളത്, ഷുഗറുള്ള ആളുകൾ, പ്രമേഹമുള്ള ആളുകൾക്ക് ഈത്തപ്പഴം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അതിനൊരു പിന്നീട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങൾ പറയാം. രണ്ടാമത്തത് അതിൽ പറഞ്ഞിട്ടുള്ളത്, താഴെ ഒരു അരുവി ഉണ്ടാക്കി കൊടുത്തു. എന്തിനായിരുന്നു അത്? കേറി ഇറങ്ങാൻ വേണ്ടിയാണ്. എന്താണ് ഈ കേറി ഇറങ്ങുക? ഒരു എക്സർസൈസ് ആണ്, ഒരു വ്യായാമമാണ്. എന്തിനാണ് ഗർഭിണികൾക്ക് വ്യായാമം? ഗർഭിണികൾക്ക് വ്യായാമം ഇതിനാണ് അത്യാവശ്യമാണ്. ഗർഭിണികൾക്ക് വ്യായാമം അത്യാവശ്യമാണ്. 7 മാസം കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഡോക്ടർമാർ ഗർഭിണികളോട് മുറ്റമടിക്കാൻ പറയും. ചെറുതായിട്ടൊരു കയറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയറി ഇറങ്ങാൻ പറയും. എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഈത്തപ്പഴം മരം കുലുക്കാൻ പറയുന്നു. അതും ഒരു എക്സർസൈസാണ്, ഒരു വ്യായാമമാണ്. എന്തുകൊണ്ടാണ് ഗർഭിണികൾക്ക് വ്യായാമവും അതുപോലെ തന്നെ വ്യായാമത്തിന്റെ ആവശ്യമുള്ളത്? ഗർഭിണികൾ 7 മാസം കഴിഞ്ഞാൽ, പ്രസവത്തിന്റെ സമയത്ത് ഒരു അമ്മയുടെ ഊരയുടെ ഭാഗത്തെത്തുമ്പോൾ കുട്ടിക്ക് ഏറ്റവും കുടുസുള്ള ഒരു ഭാഗമാണ് ഊരയുടെ ഭാഗം. ഈ ഊരയുടെ ഭാഗത്ത് പ്രസവ സമയത്ത് ശരീരത്തിൽ ഒരു റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. ഈ റിലാക്സിൻ എന്ന് പറയുന്ന സാധനം ഊരയുടെ എല്ലുകൾ തമ്മിൽ അകറ്റുകയാണ് ചെയ്യാറുള്ളത്. മിക്ക സാധാരണ സ്ത്രീകളും ഈ റിലാക്സിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ അവിടെയുള്ള മാംസപേശികൾ ഏറ്റെടുക്കണമെങ്കിൽ ആ മാംസപേശികൾക്ക് ശക്തി ഉണ്ടാകണം. ഇല്ലെങ്കിൽ റിലാക്സിൻ ഏറ്റെടുക്കാൻ ആ മാംസപേശികൾക്ക് ശക്തി ഉണ്ടാകും. പ്രസവം തുടങ്ങുന്ന സമയത്ത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ തലച്ചോറിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. തലച്ചോറാണ് ഇവിടെയും അള്ളാഹുവിന്റെ, ഒരു മനുഷ്യൻ നടക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഏറ്റവും മുമ്പിൽ നടക്കുന്നത് ആ മനുഷ്യന്റെ തലയാണ്. സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു മനുഷ്യൻ നടക്കുമ്പോൾ ആ മനുഷ്യന്റെ ഏറ്റവും മുന്നിൽ നടക്കുന്നത് ആ മനുഷ്യന്റെ തലയാണ്, തലച്ചോറാണ്. ആ തലച്ചോറാണ് എല്ലാത്തിന്റെയും കേന്ദ്രം. ആ തലച്ചോറിനെ അനുഗമിച്ചുകൊണ്ടാണ് മറ്റു അവയവങ്ങൾ, കൈകാലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു മനുഷ്യനെ ഒരു നടന്നു പോകുന്ന മനുഷ്യനെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഈ തലച്ചോറ് ഒരു കുട്ടി ഗർഭാശയത്തിൽ ഉണ്ടാകുന്നത് മുതൽ തലച്ചോറിൽ നിന്നുള്ള ഇമ്പൾസസ്, അല്ലെങ്കിൽ അത് ഹോർമോൺസ് വഴി തലച്ചോറ് അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിയുടെ പരിപൂർണ വളർച്ച എത്തിയാൽ ഗർഭാശയത്തിൽ നിന്നുള്ള ഇമ്പൾസസ്, അല്ലെങ്കിൽ അതിനുള്ള ചെറിയ ഇമ്പൾസസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഹോർമോൺസിന്റെ, അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഇലക്ട്രോണിക് ഇമ്പൾസസ് ഉണ്ട്. പക്ഷേ ഗർഭാശയത്തിൽ ഇലക്ട്രോണിക് ഇമ്പൾസസ് ഇല്ല, അവിടെ ഹോർമോണൽ ഇമ്പൾസസ് ആണുള്ളത്. ഈ ഹോർമോണൽ ഇമ്പൾസസ് ഗർഭാശയത്തെ ചുറ്റും ഇങ്ങനെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അത് തലച്ചോറിലോട്ട് വരുന്നു, ആ തലച്ചോറ് അതിനെ പരിശോധിക്കുന്നു. കുട്ടി ഏകദേശം വളർച്ചയായെന്ന് കണ്ടാൽ എങ്ങനെയാണ് പെട്ടെന്നൊരു സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു പ്രസവവേദന വരുന്നത്? ആ കുട്ടി പരിപൂർണമായി വളർച്ചയുണ്ടെന്ന് കരുതിയാൽ ഒന്നാമത്തെ ഘട്ടം നിങ്ങൾ കാണണം. അള്ളാഹുവിന്റെ മറ്റൊരു വലിയൊരു കഴിവ് നിങ്ങൾ കാണണം. ഈ കുട്ടിക്ക് ഗർഭത്തിൽ നിൽക്കാൻ ഇനി കഴിയില്ല എന്ന ഹോർമോൺസിന് വ്യക്തമായി കഴിഞ്ഞാൽ, എങ്ങനെയാണ് കഴിയില്ല എന്ന്? ചില ആളുകൾക്ക് ഗർഭിണിയാകുമ്പോൾ പ്രഷർ ഉണ്ടാകുന്ന ഗർഭിണികൾക്ക് നമുക്കൊരു 9 മാസം വരെ അല്ലെങ്കിൽ ഒരു 10 മാസം വരെ നമുക്ക് ഗർഭം തള്ളി നീക്കാൻ കഴിയില്ല. കാരണം കുട്ടിക്ക് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് ആ സമയത്ത് മിക്കവാറും, അതുപോലെ തന്നെ എന്തെങ്കിലും അംഗവൈകല്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ശരീരം അതിനുള്ള പ്രക്രിയകൾ കാണിക്കാറുണ്ട്. ഒന്നാമത്തത്, മാസം തികയുന്നതിന് മുമ്പ്, സാധാരണ രീതിയിലും ചില സമയത്ത് ഗർഭസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മാസം തികയാതെ പ്രസവിക്കാറുണ്ട്. പക്ഷേ അതിന് വിഭിന്നമായിട്ട് കുട്ടിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ജനിതകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ 3-ാം മാസത്തിന്റെ ഉള്ളിൽ ഗർഭം തള്ളിക്കളയാറുണ്ട് നമ്മളുടെ ശരീരം. ഈ ഹോർമോൺസിന്റെ പ്രക്രിയയും അത് തലച്ചോറ് നിരീക്ഷിക്കുന്നതും വഴി ജനറ്റിക്കായിട്ട് അല്ലെങ്കിൽ ജനിതകമായിട്ട് എന്തെങ്കിലും കുട്ടിക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാറുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കുട്ടി ഒരു പരിപൂർണ വളർച്ചയെത്തിയാൽ അത് ഹോർമോൺസിനറിയാം, അത് തലച്ചോറിലെത്തുന്നു. തലച്ചോറ് അവിടുന്ന് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നു. പെട്ടെന്നായിരിക്കും ചെറുതായിട്ട് വേദന വരും, ചെറുതായിട്ടുള്ള റിലീസ്. ആ റിലീസ് എന്ന് പറയുന്നത് ആദ്യം കുറച്ചൊരളവിൽ, അതിന് ഒരു പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന സ്ഥാനത്ത്, അവിടെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. അത് പെട്ടെന്നുണ്ടാക്കുന്നതല്ല. ഗർഭം ഒരു 10 മാസത്തോളം അത് ഉണ്ടാക്കിക്കൊണ്ട് ചെറിയൊരു സഞ്ചിയുണ്ട്. അത് നമ്മുടെ ഈ
മണ്ടയുടെ ബാക്കിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതിൽ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. അത് കുട്ടിയുടെ വളർച്ച പരിപൂർണമായി എത്തിയെന്ന് കണ്ടാൽ അത് രക്തത്തിലോട്ട് അത് തള്ളി നീക്കുകയാണ് ചെയ്യാറ്. ആദ്യം കുറച്ച് അളവിൽ, ആദ്യത്തെ അളവിൽ എന്തു ചെയ്യും? ഈ ഗർഭാശയത്തിൽ വരും, ഗർഭം ചെറുതായിട്ടൊന്ന് ചുങ്ങിപ്പിക്കും. പിന്നെ എപ്പോ നോക്കിയാലും വളരെ ഒരു ചുങ്ങലുണ്ടാകില്ല, ചെറുതായിട്ടൊന്ന് ചുങ്ങിപ്പിക്കും, പിന്നെ വികസിപ്പിക്കും, ചെറുതായിട്ട് വേദന വരും, വേദന വലുതാകും, വേദന വലുതായിട്ട് വേദനയുടെ ഉച്ചസ്ഥായിലെത്തുമ്പോഴാണ് റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ തലച്ചോറ് പുറന്തള്ളപ്പെടുന്നത്. ഈ റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺസിന് ഈ ഊരയുടെ ഭാഗത്തുള്ള എല്ലുകളെ വികസിപ്പിക്കണം. എന്നാലേ കുട്ടിയുടെ ഏറ്റവും പ്രയാസം കുട്ടിയുടെ തലയും പിന്നെ കുട്ടിയുടെ വലതേ ചുമലുമാണ് വരാൻ പ്രയാസം, പുറത്തു വരാനുള്ള പ്രയാസം. ഒരു ഡോക്ടർമാർക്കുമുള്ള പ്രയാസമുള്ള ഒരു പ്രസവത്തിന്റെ സമയത്ത് പ്രയാസമുള്ള സമയം എന്ന് പറയുന്നത് കുട്ടിയുടെ തല പുറത്തു വരുമ്പോഴും കുട്ടിയുടെ വലത്തേ ചുമൽ പുറത്തു വരുമ്പോഴുമാണ് പ്രയാസങ്ങൾ അനുഭവപ്പെടുക. ആ സമയത്താണ് റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രസക്തി. ഈ റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഈ ഹോർമോൺ ഊരയുടെ എല്ലുകളെ വികസിപ്പിക്കുന്നു. ഊരകളുടെ എല്ലുകളെ വികസിപ്പിക്കണമെങ്കിൽ അവിടെ ഊരയുടെ എല്ലുകളുടെ മേലെ കുറെ മാംസപേശികളുണ്ട്. ആ മാംസപേശികൾ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു വലിക്കണം. ആ പിടിച്ചു വലിക്കാനുള്ള ഒരു ഉത്തരവ് കൊടുക്കുന്ന ഒരു ഹോർമോണാണ് റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. ആ പിടിച്ചു വലിക്കുന്ന സമയത്ത് അത് പിടിച്ചു വലിക്കണമെങ്കിൽ ആ മാംസപേശികൾക്ക് കഴിവുണ്ടാകണം. ആ മാംസപേശി തോട്ടാവണം. തോട്ട് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ അല്ലെങ്കിൽ വലിക്കാനുള്ള കഴിവാവണം. അല്ലെങ്കിൽ റിലാക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺസിനോട് പ്രസക്തിയില്ല. അതുകൊണ്ടാണ് നാം അതുപോലെ തന്നെ ഗർഭാശയം ചുങ്ങാനുള്ളതിനും ആ ഗർഭാശയം എന്ന് പറയുന്നത് മാംസപേശി കൊണ്ട് നിർമ്മിച്ച ഒരു സംഭവമാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലുതായിട്ട് ഒരു സ്മൂത്ത് മസിലാണ്. രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് മാംസപേശികൾ. സ്മൂത്ത് മസിലുണ്ട്, കാർഡിയാക് മസിലുണ്ട്, സ്ട്രയേറ്റഡ് മസിൽസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മാംസപേശികൾക്ക് പല പല മാംസപേശികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഒരു മാംസപേശിയാണ് ഈ സ്മൂത്ത് മസിലിന്റെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത് ഗർഭാശയമാണ്. വെറും ഇറച്ചി കൊണ്ട് മാത്രം അല്ലെങ്കിൽ മാംസപേശികൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ഗർഭാശയം എന്ന് പറയുന്നത്. അതിന് ചുങ്ങാനുള്ള കഴിവും വേണമെങ്കിൽ അതിനൊക്കെ ചുങ്ങാനുള്ള കഴിവ് വേണമെങ്കിൽ ഡയഫ്രം, അതിന്റെ മേലെ ഏറ്റവും കൂടുതൽ അതിനോട് തട്ടി നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസനാളിയുടെ പതിരിന്റെ താഴത്തൊരു ഡയഫ്രം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ഡയഫ്രം താഴോട്ട് വലിയണം. ആ ഡയഫ്രം താഴോട്ട് വലിഞ്ഞാലേ ഗർഭാശയത്തിന് ചുങ്ങാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ. അത് താഴോട്ട് വലിയണമെങ്കിൽ അവസാന കാലഘട്ടങ്ങളിൽ എക്സർസൈസ്, വ്യായാമം അത്യാവശ്യമാണ്. ഇതാണ് ഖുർആൻ സൂറത്തു മറിയം വഹുസ്സിയ ഇലൈക ബിജിദ്ഇ നഖ്ലതി തുസാഖിദ് അലൈകി റുതുബൻ ജനിയ എന്ന് പറഞ്ഞത് 25ാമത്തെ സൂക്തം സൂറത്തു മറിയം. രണ്ടാമത്തത്, ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ മുലയൂട്ടൽ 2 വർഷമാണ്. ആധുനിക വൈദ്യശാസ്ത്രം 2 വർഷം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ നാൾവഴികൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10, 20, 30 കൊല്ലമായിട്ടുള്ള ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് ഈ നിലയിൽ എത്തിയിട്ട്. ഇതിനു മുമ്പ് തന്നെ ഇസ്ലാം ഖുർആനിൽ പറയുന്നുണ്ട് 2 വർഷമാണ് ഒരു കുട്ടിക്ക് മുലയൂട്ടേണ്ടതെന്ന്. 2 വർഷം മുലയൂട്ടാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ 2 വർഷം മുലയൂട്ടുക അതുപോലെ തന്നെയാണ് പ്രസവിച്ച ഉടനെയുള്ള പാൽ. പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ മാതാവ് ഉൽപ്പാദിക്കുന്ന ഒരു ഇതാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ള മുലപ്പാലാണ്. പച്ച വെള്ള കളറിലായിരിക്കും. ചില സ്ത്രീകൾക്ക് അതിന് നേരിയ മഞ്ഞ കളറും കാണാം. ഇത് കുട്ടിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൊടുക്കാത്ത സ്ത്രീ കുറ്റക്കാരിയാണെന്ന് വരെ ഇസ്ലാം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പുതിയ ശാസ്ത്രം, ഈ ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയൊന്നും പുരോഗമിക്കാത്ത അല്ലെങ്കിൽ ഇത്രയധികം പുരോഗതിവൽക്കരിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാം ഇത് പറയുന്നത്. കൊളസ്ട്രം ഒരു മനുഷ്യൻ ആദ്യ മുലപ്പാൽ ഒരു കുട്ടിക്ക് ഒരു ഉമ്മ നൽകിയിട്ടില്ലെങ്കിൽ ആ ഉമ്മ കുറ്റക്കാരിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തൊരാശയമുള്ള ഒരു മതമാണിത്! എന്തൊരു ആരോഗ്യ കൺസെപ്റ്റുള്ള ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന. ഒരു മതം മാത്രമല്ല, ഒരു ജീവിത രീതിയാണ്. ഒരു മതം മാത്രമല്ല, ഒരു ജീവിത രീതിയാണ്. ആ ജീവിത രീതിയിലൂടെ നടക്കാൻ സൃഷ്ടികൾക്ക് പറഞ്ഞുകൊടുത്ത ഒരു ജീവിത മാർഗമാണ് ഇസ്ലാം. അതിൽ ആരോഗ്യവും ഉൾപ്പെട്ടു എന്നുള്ളതാണ്. ആരോഗ്യമില്ലാതെ മനുഷ്യനില്ലല്ലോ. മനുഷ്യൻക്ക് ആരോഗ്യം വേണം. ഇബാദത്ത് ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം, മറ്റെല്ലാത്തിനും ആരോഗ്യം വേണം. ആരോഗ്യം ഇസ്ലാമിന്റെ ഒരു ഘടന തന്നെയാണ്.
അതുകൊണ്ട് പറയുന്നു കൊളസ്ട്രം കൊടുക്കാത്ത ഒരു സ്ത്രീ കുറ്റക്കാരിയാണ്. കൊളസ്ട്രത്തിൽ എന്താണുള്ളത്? ഇത്രമാത്രം എന്താണ് ഇപ്പൊ ആ കാര്യത്തിലുള്ളത്? ഒരു കുഞ്ഞ് ഭൂമിയിലോട്ട് പ്രസവിച്ചു വീഴുമ്പോൾ ഏതൊരു രോഗത്തെ തടുക്കാൻ ആ കുഞ്ഞിന് യാതൊരു ശേഷിയുമില്ല. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലോട്ട് പ്രസവിച്ചു വീഴുമ്പോൾ, അതുകൊണ്ട് തന്നെയാണ് ലേബർ റൂം, പ്രസവമുറികൾ അത്യധികം അണുവിമുക്തമാക്കി കൊണ്ടു നടക്കണമെന്ന് ലോക ആരോഗ്യ സംഘടനയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും എല്ലാ ഹോസ്പിറ്റലിലും അനുശാസിക്കുന്ന ഒരു കാര്യമാണ്. ഒരു തരത്തിലുള്ള അണുബാധ ഒരു തിയേറ്ററിൽ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ പോലെയുള്ള ഒരു അണുബാധ ഒരു പ്രസവിക്കുന്ന മുറിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് അനുശാസിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പ്രസവിച്ചു വീഴുന്ന കുട്ടിക്ക്, നമുക്കറിയാം, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഒരുപാട് അണുക്കളുണ്ട്. അണുക്കൾ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് കണ്ണിലോട്ട് കാണാൻ പറ്റും. നമ്മൾ ഓരോരതും ഈ ഒരു കണക്കുകൾ പറയുന്നത്, ഒരു ബസ്സിൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അതിൽ ഒരാൾക്ക് ക്ഷയരോഗം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ കണക്കാണ് പറയുന്നത്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ ഒരാൾക്കൊരു ക്ഷയരോഗം ഉണ്ടാകും. ക്ഷയരോഗം എങ്ങനെയാണ് പരക്കുന്നത്? വായുവിലൂടെയാണ് പരക്കുന്നത്. ഒരാൾ കുരച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളൊന്ന് കാറിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ അവരുടെ കഫം പുറത്തു വരികയാണെങ്കിൽ അത് അന്തരീക്ഷത്തിൽ വ്യാപിച്ചുകൊണ്ട് നമ്മൾ അത് ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷയരോഗം നമുക്കും പിടിപെടണം. അതുകൊണ്ടാണ് ക്ഷയരോഗികളിൽ നിന്ന് കുറച്ച് അകലം പാലിക്കണമെന്ന് പറയുന്നത്. അപ്പൊ എല്ലായിടത്തും, അപ്പൊ അതാ പറയുന്നത്, എന്താണ് ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം? എല്ലായിടത്തും അണുക്കളുണ്ട്. അതുപോലെ തന്നെയാണ് പ്രസവിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിന്, നമുക്കെല്ലാം അണുക്കളെ അല്ലെങ്കിൽ ഒരു അസുഖത്തെ ചെറുക്കാനുള്ള ശേഷി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ശരീരത്തിൽ തന്നിട്ടുണ്ട്. ടി സെൽസ്, ബി സെൽസ്, അങ്ങനെ പറയുന്ന ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് അണുക്കളെ കാണുമ്പോൾ ക്യാൻസറിനെ വരെ തടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ശരീരം. ഒരു അളവ് വരെ ക്യാൻസറിനെ തടുക്കാനുള്ള ശേഷി മനുഷ്യ ശരീരത്തിനുണ്ട്. പക്ഷേ ഒരു സ്ഥലത്ത് 10,000 ആളുകളും മറ്റൊരു സ്ഥലത്ത് 10 ആളുകളും ഉണ്ടായാൽ ഈ 10 ആളുകളുടെ ഗതി എന്താകും എന്നുള്ളതാണ് ചില സമയത്ത് ക്യാൻസർ നമ്മുടെ ശരീരത്തെ പിടിപെടുന്നത്. 10,000 അണുക്കൾ ഒരു ഭാഗത്ത്, നമ്മുടെ ശരീരത്ത് ഒരു 10 ഇത് ചെറുക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ക്യാൻസറിനെ തടുക്കേണ്ട കുറച്ച് മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ അവസാന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ പിടിപെടുന്നത്. അപ്പോൾ ഈ കൊളസ്ട്രം എന്ന് പറയുന്ന ഈ മുലപ്പാലുള്ളത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഏതൊരു രോഗപ്രതിരോധ ശക്തിയുള്ള സാധനത്തിനേക്കാൾ എത്രയോ വലിയ, എത്രയോ ഉഷാറായ സംഭവമാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. ഇമ്മ്യൂണോഗ്ലോബുലിൻസിനുള്ള പ്രത്യേകത എന്താണ്? വൈറസിനെ വരെ അതിനെ തടുക്കാനുള്ള ശക്തിയുണ്ട്. ഇന്ന് ലോക വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട ഒരു വിഷയമുണ്ട്. ഏതാണ്? ഈ വൈദ്യശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും വൈറസ് എന്ന് പറയുന്ന അണുവിനെ ചെറുക്കാനുള്ള ഒരു മരുന്നും ഇന്ന് വൈദ്യശാസ്ത്രത്തിന്റെ കയ്യിലില്ല. ചില മരുന്നുകളുണ്ട്, പക്ഷെ അത് ചില സമയങ്ങളിൽ മാത്രമേ അത് ഫലിക്കുകയുള്ളൂ. അത് ഫലിക്കുകയോ ഇല്ലയോ എന്നുള്ളത് പോലും വൈദ്യശാസ്ത്രത്തിന് ഇന്നൊരു ചോദ്യചിഹ്നമാണ്. എങ്കിലും ഒന്നുമില്ലാത്തതിനേക്കാളും നല്ലത് എന്തെങ്കിലുമല്ല. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നതാണ്, ഒന്നും കൊടുക്കാതിരിക്കണേ നല്ലത് എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ചില വൈറസിനെ ചെറുക്കാനുള്ള ചില മരുന്നുകൾ, അസൈക്ലോവിർ എന്ന് പറയുന്ന ചില മരുന്നുകൾ ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ അത് എത്രത്തോളം ഫലിക്കും, എത്രത്തോളം അത് ശരീരത്തിന് അല്ലെങ്കിൽ അണുക്കൾക്കെതിരെ ഫലിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഇന്ന് വൈദ്യശാസ്ത്രത്തിന് തന്നെ വല്ലാത്തൊരു ചോദ്യചിഹ്നമാണ്. ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരം തന്നെ വൈറസുകൾക്കെതിരെ ഉണ്ടാക്കപ്പെടുന്ന സാധനമാണ്. ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് വൈറസിനെ മാത്രമല്ല, ബാക്ടീരിയയെ, അതുപോലെയുള്ള മറ്റെല്ലാ അണുക്കളെയും ചെറുക്കാനുള്ള ശേഷിയുണ്ട്. അത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഏറ്റവും കൂടുതലുള്ളത് ആദ്യ മുലപ്പാലിലാണ്. ആ ആദ്യ മുലപ്പാൽ ഒരു കുട്ടിയുടെ ആമാശയത്തിലോട്ട് എത്തുന്നത് വഴി ആ കുട്ടിക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ പ്രസവിച്ച 1, 2, 3, 4 ദിവസത്തെ മുലപ്പാലുകൾ, ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട് 7 ദിവസം വരെ അത് നീണ്ടു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും 1, 2, 3, 4 ദിവസം വരെയുള്ള മുലപ്പാലുകളാണ് കൊളസ്ട്രം. അതിൽ ഏറ്റവും ഉച്ചസ്ഥായിലുള്ളത് 1ാമത്തെ ദിവസത്തെ കൊളസ്ട്രം, അതിനുശേഷം 2ാമത്തത്, അതിനുശേഷം 3ാമത്തത്, അതിനുശേഷം 4ാമത്തത്. ഇങ്ങനെയാണ് വൈദ്യശാസ്ത്രം കാണുന്നത്. അത് കൊടുക്കാതിരുന്നാൽ ആ കുട്ടിക്ക് വരുന്ന രോഗങ്ങൾ അത് തടുക്കാൻ ആ കുട്ടിക്ക് കഴിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ രോഗിയും സിസേറിയൻ കഴിഞ്ഞ രോഗികളോട് 4
മണിക്കൂറിന്റെ ഉള്ളിൽ ആദ്യത്തെ മുലപ്പാൽ കൊടുക്കാൻ പറയുന്നു. സാധാരണ പ്രസവമാണെങ്കിൽ പ്രസവം കഴിഞ്ഞ് അരമണിക്കൂറിന്റെ ഉള്ളിൽ കുട്ടിക്ക് ആ മുലപ്പാൽ കൊടുത്തിരിക്കണം. അതാണ് വൈദ്യശാസ്ത്രത്തിന്റെ പുസ്തകങ്ങൾ പറയുന്നത്. അപ്പൊ ഈ കൊളസ്ട്രോൾ വരുന്നത് വഴി വൈറസ് അതുപോലെയുള്ള മറ്റ് എല്ലാ അണുക്കളെയും ചെറുക്കാനുള്ള ശക്തിയുണ്ട്. ആദ്യമായിട്ടുള്ള വയറാണ്, ചെറിയ വയറാണ്, അതിലോട്ട് കൊളസ്ട്രം എന്ന്. അതുകൊണ്ട് ആ കൊളസ്ട്രത്തിന്റെ ഘടന എന്ന് പറയുന്നത് വളരെ മാർദ്ദവമായിട്ടുള്ള ഒരു ഘടനയാണ്. ആ കൊളസ്ട്രത്തിലെ ഒരു സംഭവം പോലും. മറ്റൊരു വിഷയം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അറിയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ കൊളസ്ട്രം കൊടുക്കുമ്പോൾ ഈ കൊളസ്ട്രത്തിന്റെ ഒരു ചെറിയ ഘടന പോലും പിന്നീട് അത് പുറന്തള്ളപ്പെടുന്നില്ല, അത് മുഴുവനായിട്ട് വലിച്ചെടുക്കപ്പെടുന്നു എന്നുള്ള ഒരു സത്യം കൂടി ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൊളസ്ട്രം എന്ന് പറയുന്ന ആദ്യ മുലപ്പാൽ ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ അത് യാതൊന്നും അതിൽ അവശിഷ്ടമായിട്ട് പുറത്തു വരുന്നില്ല. ബാക്കി അതിൻ്റെ ഉള്ള എല്ലാം ആദ്യത്തെ ദിവസത്തെ, പ്രത്യേകിച്ച് ആദ്യത്തെ ദിവസത്തുള്ള എല്ലാം വലിച്ചെടുക്കപ്പെടുന്നു, കുട്ടിയുടെ ശരീരത്തിലോട്ട് വലിച്ചെടുക്കപ്പെടുന്നു. അതുവഴി കുട്ടിക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നു, അണുക്കളെ ചെറുക്കാനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നു. ഇത് ഇസ്ലാമിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, കുട്ടികൾക്ക് മുലപ്പാൽ എന്തിനു നൽകുന്നു? 2 വയസ്സുവരെ കുട്ടി മുലപ്പാലിനേക്കാൾ മറ്റൊരു ഉത്തമമായിട്ടുള്ള ഒരു ആഹാരം കുട്ടികൾക്ക് ഇന്ന് നമുക്ക് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികളെ പ്രസരിപ്പും ആ കുട്ടികളുടെ ബുദ്ധിവികാസവും മാനസിക വികാസവും, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ടുള്ള മാനസിക വികാസം ഉണ്ടാകുന്നുണ്ട് എന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുട്ടിയും അമ്മയും തമ്മിലുള്ള ബന്ധം അത് സ്ഥാപിക്കുന്നത്, ഏറ്റവും കൂടുതൽ മുല കുടിച്ച കുട്ടികൾക്ക് ഉമ്മയോട് ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. അതല്ലെങ്കിൽ പോലും കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാം 6 മാസം വരെ കുട്ടികൾക്ക് മുലപ്പാൽ മാത്രമേ നൽകാൻ പാടുള്ളൂ, മറ്റൊന്നും നൽകാൻ പാടില്ല. കുട്ടികൾ തടി വെക്കുന്നില്ല, മുലപ്പാൽ ഉണ്ടാകുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളാണ് മറ്റു രോഗികളെല്ലാം പറയാറുള്ളത്. അതിന് ഒരു വിഷയം മനസ്സിലാക്കേണ്ടത്, കുട്ടിക്ക് മുലപ്പാൽ ഉണ്ടാക്കുന്നത് അമ്മയുടെ തലച്ചോറിലുള്ള പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ എത്രത്തോളം അളവിൽ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുവോ അത്രത്തോളം അളവിൽ അമ്മയുടെ മുലപ്പാൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു സത്യം. എങ്ങനെയാണ് ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ ഉണ്ടാക്കിയെടുക്കുക? കുട്ടി ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ തലച്ചോറിൽ നിന്ന് അമ്മയുടെ ശരീരത്തിലോട്ട് വരുന്ന ആ ഒരു സമയം എപ്പോഴെന്ന് പറഞ്ഞാൽ കുട്ടി മുല കുടിക്കുമ്പോഴാണ്. കുട്ടി മുല കുടിക്കുമ്പോൾ അതിന് സക്ലിംഗ് റിഫ്ലക്സ് എന്നാണ് വൈദ്യശാസ്ത്രം പറയാറുള്ളത്. സക്ലിംഗ് എന്ന് പറഞ്ഞാൽ മുല കുടിക്കുന്ന ഈമ്പി കുടിക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് സക്ലിംഗ് എന്ന് പറയുന്നത്. എത്രത്തോളം കുട്ടിയെ മുല കുടിപ്പിക്കുന്നുവോ അത്രത്തോളം മുലപ്പാൽ ഉണ്ടാവുകയുള്ളൂ. മുലപ്പാൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ മുല കുടിപ്പിക്കാതിരുന്നാൽ മുലപ്പാൽ തീരെ ഉണ്ടാകില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. എത്രത്തോളം ആ കുട്ടിക്ക് മുലപ്പാൽ വേണമെങ്കിൽ അത്രത്തോളം ആ കുട്ടിയെ മുലയൂട്ടണം. മുലയൂട്ടിയ കുട്ടി എത്രത്തോളം കുടിക്കാൻ ശ്രമിക്കുന്നു, എത്രത്തോളം ആ സക്ലിംഗ് റിഫ്ലക്സ് വരുന്നു, അത്രത്തോളം പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ തലച്ചോറിൽ ഉണ്ടാക്കപ്പെടുന്നു. ആ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ നമ്മുടെ മാമറി ഗ്ലാൻസ്, അതായത് അമ്മയുടെ മുലയുടെ അവിടെ ഗ്ലാൻസ് ഉണ്ട്, അതിലോട്ട് പോയിട്ട് പറയുന്നു. ആ ഗ്ലാൻസ് ആണ് മുലപ്പാൽ ഉണ്ടാക്കുന്നത്. ആ ഗ്ലാൻസ് മുലപ്പാൽ ഉണ്ടാക്കണമെങ്കിൽ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ അത്യന്തം ആവശ്യമാണ്. അതുണ്ടാകണമെങ്കിൽ മുല കുടിപ്പിക്കുകയാണ് വേണ്ടത്. എത്രത്തോളം കൂടുതൽ കുട്ടി മുല കുടിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ മുലപ്പാൽ ഉണ്ടാവുകയാണ് ചെയ്യാറുള്ളത്. രണ്ടാമത്തെ കാര്യം, മുലപ്പാലിൽ 2 കാര്യങ്ങൾ മാത്രമാണ് അടങ്ങാത്തത്. ഒന്ന് വൈറ്റമിൻ സി, രണ്ടാമത്തത് അയേൺ എന്ന് പറഞ്ഞ ഈ 2 കാര്യങ്ങൾ, ഈ 2 ഘടനകൾ മുലപ്പാലിലില്ല. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ കുട്ടികൾക്ക് ഈ മുലപ്പാലിന്റെ അത്യാവശ്യമില്ല, ആവശ്യം തന്നെയില്ല. ഒന്ന് വൈറ്റമിൻ സിയുടെ ആവശ്യമില്ല, കാരണം മുലപ്പാലിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്. വൈറ്റമിൻ സിനേക്കാളും എത്രയോ വലിയ ഒരു അണുക്കളെ ചെറുക്കാനുള്ള കഴിവ് ഇമ്മ്യൂണോഗ്ലോബുലിൻസിനുണ്ട്. രണ്ടാമത്തത് അയോൺ കണ്ടന്റ്, അതായത് ഇരുമ്പ് സത്ത് കുട്ടികൾക്ക് ആ സമയത്ത് ആവശ്യമില്ല. കാരണം ഇരുമ്പ് സത്ത് അന്ന് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് കുട്ടികൾക്കുണ്ട്. ആ ഗ്ലാൻഡിൽ നിന്ന്, തൈമസ് ഗ്ലാൻഡിൽ നിന്ന് കുട്ടികൾക്ക് ചെറിയ തോതിൽ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ രക്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. 6 മാസം കഴിഞ്ഞാൽ ചെറിയ ചെറിയ കട്ടിയാഹാരങ്ങളായിട്ട് കൊടുത്തു തുടങ്ങണം. 1 വർഷമായാൽ വീട്ടിലുള്ള സാധാരണ എല്ലാ ഭക്ഷണവും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. മറ്റൊരു വിഷയം,
ഇന്ന് നാം കണ്ടുവരുന്നത്, പണ്ടത്തെ കാലത്ത് നമ്മളായിരുന്നു ഡോക്ടർമാരും, ഇപ്പോഴത്തെ മറ്റ് സമുദായക്കാരെല്ലാവരും രോഗികളായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ചാണ്, നമ്മളാണ് രോഗികളും മറ്റ് സമുദായക്കാരാണ് ഡോക്ടർമാരും. ഈ ഒരു സംഭവം എങ്ങനെയാണ് ഉടലെടുത്തത് എന്ന് നാം ഒരു ചരിത്രത്തിലൂടെ പോയി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഭക്ഷണത്തിന് ഏറ്റവും മൂല്യം നൽകുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. ദുഃഖകരമായ ഒരു സത്യമാണ്. ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന് മൂല്യം നൽകുന്ന ഒരു സമൂഹമാണ്. എത്ര തിന്നാലും മതി വരില്ല എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു സമൂഹമാണ്. ഭക്ഷണത്തെ ആദരിക്കണം എന്നുള്ള സംഭവം പോലും ഇന്ന് നമ്മുടെ സമൂഹം മറന്നുപോയിരിക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, വയറ് മൂന്നായി നിങ്ങൾ തിരിക്കണം, 3 ഭാഗമാക്കണം. ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം ഒഴിച്ചിടണം. ഇത് തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രവും പറയുന്നത്. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ റസൂല് ഡോക്ടർമാരുടെ ഡോക്ടറാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വയറിനെ 3ആയി നിങ്ങൾ വിഭജിക്കുക. ഒരു ഭാഗത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഒരു ഭാഗത്ത് ഭക്ഷണം കൊണ്ട് നടക്കുക, മറ്റൊരു ഭാഗത്ത് വെള്ളം കൊണ്ട് നടക്കുക, മറ്റൊരു ഭാഗം നിങ്ങൾ ഒഴിച്ചിടുക. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടും ഇത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ മറ്റൊരിടത്ത് അള്ളാന്റെ റസൂല് പറയുന്നു, ഏറ്റവും കൂടുതൽ വേണ്ടാത്ത സംഭവങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു പാത്രം വയറാണെന്ന് പറയുന്ന ഒരു ഹദീസുമുണ്ട്. വയറിൽ നിന്ന് മറ്റൊരു ഹദീസിൽ പറയുന്നു, വയറാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഹൗല് എന്ന് പറയുന്ന ഒരു ഹദീസുമുണ്ട്. ഭക്ഷണം ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും ഭക്ഷണത്തിന്റെ ക്രമീകരണം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്നുള്ളത് ഒരു സത്യമാണ്. ഭക്ഷണം കഴിക്കൽ ഒഴിവാക്കുക എന്നൊരിക്കലും വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടില്ല. ഭക്ഷണം ക്രമീകരണമാണ്. ഒരുപാട് ക്രമീകരണങ്ങളുണ്ട്. പ്രഷറുള്ള ആളുകൾക്ക് അതിനുള്ള ക്രമീകരണമുണ്ട്, ഷുഗറുള്ള ആളുകൾക്ക് അതിനുള്ള ക്രമീകരണമുണ്ട്, ഗർഭിണികൾക്ക് അതിനുള്ള ക്രമീകരണമുണ്ട്, വയസ്സായ ആളുകൾക്ക് അതിനുള്ള ക്രമീകരണമുണ്ട്. ആ ഒരു ക്രമീകരണമായിട്ടുള്ള ഭക്ഷണമാണ് വൈദ്യശാസ്ത്രം ഉദ്ദേശിക്കുന്നത്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക. ഒരു സത്യമുണ്ട്, അനാറ്റമിക്കലി അതായത് ഒരു നമ്മുടെ വയറെടുത്ത് നോക്കുമ്പോൾ വയറ് ഏതൊരു ഷേപ്പിലും എങ്ങനെ വേണമെങ്കിലും ഷേപ്പാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മസ്കുലാർ ഓർഗനാണ്. ഒരു മസ്കുലാർ ഓർഗനാണ് വയറ് എന്ന് പറയുന്നത്. എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഷേപ്പാക്കിയെടുക്കാം. ധാരാളം ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ വയറ് വലിയ വയറായിരിക്കും. പുറത്ത് കാണുന്ന വയറല്ല, ഞാൻ ഉള്ളിലോട്ട് പോകുന്ന വയറാണ് പറയുന്നത്. പുറത്ത് കാണുന്ന കുടവയറ് എന്ന് പറയുന്നത് വയറല്ല, അത് കൊഴുപ്പാണ്. കൊഴുപ്പ് തൊലിയുടെ തൊട്ട് താഴെ ശേഖരിക്കപ്പെടുന്ന സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്സ് എന്നാണ് പറയുക. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്സ്, അത് തൊലിയുടെ തൊട്ട് താഴെ ശേഖരിക്കുന്ന കൊഴുപ്പാണ്. അതല്ല വയർ. അതിന്റെ ഉള്ളിലോട്ട് നാം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ വയറൊരു ജെ ഷേപ്പായിരിക്കും. ഏറ്റവും കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഷേപ്പിന് വ്യത്യാസം ഉണ്ടാകും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, അതുപോലെ തന്നെ ഈ വലിയ വയറിനെ ചെറുതാക്കാനും കഴിയും. ഓപ്പറേഷൻ വഴിയല്ല, ഭക്ഷണം ക്രമീകരിച്ചതുകൊണ്ട് ചെറുതാക്കാൻ കഴിയും. ഏറ്റവും നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് അയാൾക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചാൽ ഒരിക്കലും തൃപ്തി ഉണ്ടാകില്ല. സാറ്റിറ്റി സെന്റർ, അതായത് ഭക്ഷണം കഴിച്ചു ഇനി മതിയാക്കിക്കോ എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ട് തലച്ചോറിൽ. സാറ്റിറ്റി സെന്റർ എന്നാണ് അതിന് പറയുന്നത്. ആ സാറ്റിറ്റി സെന്റർ പ്രവർത്തിക്കുന്നത് വയറിന്റെ വികാസം അനുസരിച്ചാണ്. വയറിന്റെ വികാസം അനുസരിച്ചാണ് സാറ്റിറ്റി സെന്റർ പ്രവർത്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, ഒരു 2 തളികയൊക്കെ ചോറ് തിന്നുന്ന ആൾ ഒരു ദിവസം 1 തളിക തിന്നിട്ടുണ്ടെങ്കിൽ പറയും എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് വിശപ്പ് മാറിയിട്ടില്ല. അത് അയാളുടെ ആ വയറിന്റെ ഘടനയോട്ട് ഫുഡ് എത്തിയിട്ടില്ല. അയാൾ കുറെ കാലമായിട്ട് 2 തളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 തളിക കഴിക്കുന്ന ആൾക്ക് 1 തളിക പോയിട്ടുണ്ടെങ്കിൽ ജുമാത്ത് പള്ളിയിലൂടെ കൊതുക് ഓടിയ മാതിരി ഉണ്ടാവും എന്ന് പറഞ്ഞേക്കാം. ആ രീതിയിലുള്ള ഘടന വയറിന് ഉണ്ടായെടുത്തത് കൊണ്ട് മാത്രമാണ് ആ വിശപ്പ് അനുഭവപ്പെടുന്നത്. സാറ്റിറ്റി സെന്ററിനെ ഉത്തേജിപ്പിക്കാൻ വയറിന് കഴിയുന്നില്ല. വയറിന്റെ ഒരു ഘടന മാറ്റിമറിക്കാൻ ഭക്ഷണ ക്രമീകരണം കൊണ്ട് വരാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് അത്രയും മതി. ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ആദ്യമായിട്ട് അതിന് ചെയ്തുകൊണ്ടുവരേണ്ടത്, ഒരു 2 പ്ലേറ്റ് ചോറ് കഴിക്കുന്ന ആള് 1 പ്ലേറ്റ് ചോറ് കഴിക്കുകയും 2 പ്ലേറ്റിന് പകരം 2 പ്ലേറ്റ് ചോറും 1 ഗ്ലാസ് വെള്ളമാണ് ഒരാൾ കുടിക്കുന്നത് എങ്കിൽ പിറ്റത്തെ ദിവസം, അതായത് ക്രമീകരണം എന്ന് പറയുന്നത്, അത് ആദ്യം ഈ ഭക്ഷണത്തിനോടുള്ള ഈ ഒരു ആസക്തി കുറക്കാനുള്ള ഒരു മാർഗം വെള്ളത്തിന്റെ അംശം കൂട്ടുക എന്നുള്ളതാണ്. ഈ വെള്ളത്തിന്റെ അംശം കൂട്ടുന്നത് വഴി
വയറിന്റെ ഘടന എങ്ങനെയാണോ ആ വയറിന്റെ ഘടന സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് ഭക്ഷണം കഴിച്ച് കുറെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ സാറ്റിറ്റി സെന്ററിൽ അത് പ്രവർത്തിക്കും, ഭക്ഷണം മതിയെന്ന് തോന്നും. അപ്പൊ ഒരു പ്ലേറ്റ് ഭക്ഷണം കഴിക്കുന്ന ആള്, 2 പ്ലേറ്റ് ഭക്ഷണവും 1 ഗ്ലാസ് വെള്ളവും കുടിക്കുന്ന ആളുകൾ 1 പ്ലേറ്റ് ഭക്ഷണവും 2 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 3 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ആ ഒരു പ്രശ്നം മാറിക്കിട്ടുന്നു. ഇങ്ങനെ വയറിനെ, ഇപ്പൊ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ആ വയറിനെ അങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരണം. വെള്ളത്തിന്റെ അംശം കൂട്ടണം. ഒരാഴ്ച അങ്ങനെ കൂട്ടുമ്പോൾ അവർക്ക് സാധാരണ 1 പ്ലേറ്റ് ഭക്ഷണമേ അവർക്ക് ആവശ്യമുണ്ടാവുകയുള്ളൂ. അപ്പോൾ വെള്ളത്തിന്റെ അംശം കൂട്ടുകയോ അല്ലെങ്കിൽ കുറക്കുകയോ ചെയ്യും. വെള്ളം കൂടുന്നതുകൊണ്ട് പ്രശ്നമില്ല. വെള്ളം ശരീരത്തിന് അത്യാവശ്യമാണ്. കൂടുതൽ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ചർമ്മരോഗങ്ങൾ, അതുപോലെ തന്നെ വൃക്ക സംബന്ധമായ രോഗങ്ങൾ, ഏറ്റവും നന്നായിട്ട് വൃക്കയെ ആരോഗ്യപരമായി നിർത്താൻ എന്താണ് ഒരു മാർഗമെന്ന് ചോദിച്ചാൽ നല്ല വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. കോൺസെൻട്രേഷൻ പവർ ഓഫ് യൂറിൻ, അതായത് മൂത്രത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൂത്രമുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് കിഡ്നിക്ക് അല്ലെങ്കിൽ വൃക്കകൾക്കുള്ളത്. ഈ കിഡ്നിക്ക് അത്യാവശ്യം വെള്ളമുണ്ടെങ്കിൽ അതിന് കിഡ്നിയുടെ ഉള്ളിലോട്ട് അനാറ്റമി വഴി അല്ലെങ്കിൽ ഹിസ്റ്റോളജി വഴി പോവുകയാണെങ്കിൽ, ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ കോശങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് സാധാരണ പാസീവ് കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ ഉണ്ട്, ആക്റ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ. പാസീവ് കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ ഇത് തനി മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്തെങ്കിലും അധ്വാനിച്ചുകൊണ്ട് യൂറിൻ ഉണ്ടാക്കുക, മൂത്രം ഉണ്ടാക്കുക, എന്തെങ്കിലും അധ്വാനിക്കാതെ മൂത്രം ഉണ്ടാക്കുക. അധ്വാനിക്കാതെ മൂത്രം ഉണ്ടാക്കാൻ നമ്മൾ കിഡ്നിയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നി എക്കാലത്തും നല്ല ആരോഗ്യപരമായി നിൽക്കുന്നതാണ്. വെള്ളം കുറച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് കിഡ്നി ആ മൂത്രം ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസപ്പെടും. ആക്റ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ ആണ് നടക്കുന്നത്. അങ്ങനെയാണ് വൃക്കകളുടെ പ്രവർത്തനമുള്ളത്. അപ്പൊ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഭക്ഷണം മിതമായി കഴിക്കണം. അതുതന്നെയാണ് ഭക്ഷണം ക്രമീകരിക്കണം. ക്രമീകരണം എന്ന് പറഞ്ഞാൽ ആദ്യം ക്രമീകരിക്കേണ്ടത് നമ്മളുടെ ഇടയിൽ ഏറ്റവും കൂടുതലുള്ളത് നമുക്കറിയാം ഈ പ്രമേഹ രോഗികളാണ്. പ്രമേഹ രോഗികൾ ഭക്ഷണം ക്രമീകരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് പ്രമേഹ രോഗികൾ ഭക്ഷണം ക്രമീകരിക്കേണ്ടത്? 5 പ്രാവശ്യം ഒരു പ്രമേഹ രോഗി ഒരു ദിവസം ഭക്ഷണം കഴിക്കണം. 5 പ്രാവശ്യം ഒരു ദിവസം ഒരു പ്രമേഹ രോഗി ഭക്ഷണം കഴിക്കണം. ആദ്യം ഇതൊരു ക്രമത്തിലായിരിക്കണം. ക്രമം തെറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഷുഗറിന്റെ അളവ്, ഈ പ്രത്യേകിച്ച് ഇൻസുലിൻ ഒക്കെ എടുക്കുന്ന ആളുകളുണ്ടാകും. ഇൻസുലിൻ എടുക്കുന്ന ആളുകളുണ്ടാകും. അവരെല്ലാവരും ഈ 5 നേരത്തെ ഭക്ഷണം വളരെയധികം ശ്രദ്ധാപൂർവമാണ് കഴിക്കേണ്ടത്. 8 മണിക്കാണ് രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത്, അതായത് പ്രാതൽ കഴിക്കുന്നതെങ്കിൽ, ആഹാരം കഴിക്കുന്നതെങ്കിൽ 10 മണിക്കുള്ള ചായ കുടിക്കണം. ഇത് 2 തരത്തിലെടുക്കാം. പ്രമേഹം 400ന്റെ മേലെയുള്ള പ്രമേഹവും 400ന്റെ താഴെയുള്ള പ്രമേഹവും. 400ന്റെ താഴെയുള്ള പ്രമേഹത്തിലുള്ള ആളുകൾക്ക് രാവിലെ ഇഡ്ഡലി, ദോശ, 2 ദോശ കഴിക്കാം, 2 ഇഡ്ഡലി കഴിക്കാം. 400ന്റെ മേലെ അല്ലെങ്കിൽ 350ന്റെ മേലെ ഷുഗറുള്ള രോഗികൾ, ഇൻസുലിനും ഉപയോഗിക്കുന്ന രോഗികൾ രാവിലെ അരി ഭക്ഷണത്തിൽ നിന്ന് മാറി ഗോതമ്പ് ഭക്ഷണത്തിലോട്ട് മാറുകയാണ് നല്ലത്. ഒരു ദിവസം ഗോതമ്പിന്റെ പുട്ടാക്കുക, ഒരു ദിവസം ഗോതമ്പിന്റെ ഉപ്പുമാവ്, ഒരു ദിവസം നുറുക്ക് ഗോതമ്പിന്റെ ഉപ്പുമാവ്, ഒരു ദിവസം രാഗിപ്പൊടി കൊണ്ടുള്ള ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും, ഒരു ദിവസം ചപ്പാത്തി. എന്തിനാണ് ഇങ്ങനെ ക്രമം വ്യത്യാസപ്പെടുത്തുന്നത് പറയുന്നത്? ഈ എല്ലാ കാര്യങ്ങളും ഗോതമ്പിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് എങ്കിലും എന്നും ചപ്പാത്തി കഴിക്കുമ്പോൾ ഒരാൾക്ക് മടുക്കും. എന്നും ചപ്പാത്തി കഴിക്കുമ്പോൾ ഒരാൾക്ക് മടുക്കും. എന്നും ഒരേമാതിരിയുള്ള ഭക്ഷണങ്ങളാകുമ്പോൾ ഒരാൾക്ക് മടുക്കും. അപ്പൊ രുചിയിൽ നിന്ന് വ്യത്യാസപ്പെടാനാണ് ഈ ഗോതമ്പിൽ നിന്ന് തന്നെ പല രീതിയിലുള്ളത് ഉണ്ടാക്കുന്നത്. ഒരു ദിവസം ഗോതമ്പിന്റെ പുട്ടുണ്ടാക്കുക, ഒരു ദിവസം നുറുക്ക് ഗോതമ്പിന്റെ ഉപ്പുമാവ് ഉണ്ടാക്കുക, ഒരു ദിവസം ഗോതമ്പ് പൊടിയുടെ ഉപ്പുമാവ് ഉണ്ടാക്കുക, ഒരു ദിവസം ചപ്പാത്തി ഉണ്ടാക്കുക. ഇങ്ങനെ രാവിലെ 8 മണിക്ക്. ഇത് 400ന്റെ 350 ഷുഗർ 350ന്റെ മേലെയുള്ള ആളുകൾ ഇങ്ങനെയാണ്. ആദ്യം രാവിലെ തന്നെ രാഗിയോ അല്ലെങ്കിൽ ഗോതമ്പോ ആക്കുക. ഗോതമ്പിലും അരിയിലും ഒരേ അളവിലാണ് ഷുഗർ ഉള്ളത്. പിന്നെ എന്തുകൊണ്ട് ഗോതമ്പ് കഴിക്കാൻ പറയുന്നു എന്ന് വെച്ചാൽ ഗോതമ്പിൽ അരിയിനേക്കാളും നാര് കൂടുതലാണ്. നാര് എന്താണ്? ഷുഗറുള്ള ആളുകൾക്ക് എങ്ങനെയാണ് നാര് ഉപയോഗപ്രദമാകുന്നത് എന്ന് പറഞ്ഞാൽ നാര് ഒരു പാളിയായി നിൽക്കും. ഗ്ലൂക്കോസിന്റെ മേലെ നമ്മുടെ ചെറുകുടലിൽ നിന്നാണ് ഏത് ഭക്ഷണം നമ്മൾ കഴിച്ചാലും ശരീരത്തിലോട്ട് വലിച്ചെടുക്കുന്നത് ചെറുകുടലിൽ നിന്നാണ്. ഈ ചെറുകുടലിൽ ഈ നാരുകൾ ഈ ഭക്ഷണത്തിന്റെ മേലെ ഒരു പാളിയായിട്ട് നിൽക്കും. ഈ നാരുകളുടെ മേലയിൽ നിന്ന് വില്ലസ്, അതായത് നമ്മുടെ ഈ കൈകളിലുള്ള ഈ വിരലുകളെ പോലെയുണ്ട്, കുടലുകൾക്ക് വിരലുകളെ പോലെ സംഭവങ്ങളുണ്ട്. അത് ഭക്ഷണത്തിലോട്ട് ഇങ്ങനെ അതിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ചുങ്ങുക വലുതാവുക എന്നുള്ളതാണ്. അത് നമുക്കറിയാം. ഈ
ഇതേപോലെ തന്നെയാണ് മറ്റു മൃഗങ്ങളുടെ കുടലൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ചുങ്ങുക വലുതാവ് ഇത് ഗോതമ്പിന്റെ ഭക്ഷണമാകുമ്പോൾ അതിൽ നാര് കൂടുതലുണ്ടായതുകൊണ്ട് ഈ നാര് ഒരു പാളിയായി നിൽക്കും. അപ്പൊ അതിൽ നിന്ന് ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കുക ഒരു പ്രയാസമായിരിക്കും. കുറച്ച് അത്യാവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് മാത്രമേ അതിൽ നിന്ന് വലിച്ചെടുക്കപ്പെടുകയുള്ളൂ. അപ്പൊ ഭക്ഷണവുമായി അത്യാവശ്യമുള്ള ഗ്ലൂക്കോസുമായി ഇന്ന് ഷുഗർ കൂടിയില്ലേ. ഇതാണ് അവിടെ ഗോതമ്പ് കഴിക്കാനുള്ള ഒരു കാരണം, ഡോക്ടർമാർ പറയാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം, സാധാരണ നമ്മൾ അരിഭക്ഷണമാണ് കഴിക്കുന്നത്. അതിൽ നിന്ന് മാറി ഗോതമ്പിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന്റെ അളവ് കുറയും എന്നുള്ളൊരു തത്വമാണ്. ആ ഒരു തത്വം കൊണ്ടാണ് രണ്ടാമതായിട്ട് ഗോതമ്പിന്റെ കാര്യം പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഗോതമ്പ് കഴിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ ഗോതമ്പിന് അരിയിനേക്കാൾ വലിയ ഗുണം കുറവോ ഉണ്ടായിട്ടല്ല. അരിയുടെ അതേപോലത്തെ ഗുണം തന്നെയാണുള്ളത്. ഒരു ഗുണം കൂടുതലുള്ളത് എന്ന് പറയുന്നത് അതിൽ നാരടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. രാവിലെ അങ്ങനെ കഴിക്കുക. 10 മണി ചായ നിർബന്ധമായിട്ട് ഷുഗറുള്ള ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കണം. ചായ ഒരിക്കലും കട്ടൻ ചായ കുടിക്കാൻ പാടില്ല. കട്ടൻ ചായ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നതാണ്. വയറ്റിലുള്ള പുണ്ണുണ്ടാക്കും. വയറ്റിലുള്ള പുണ്ണുകൾ അത്യധികം പേടിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പുണ്ണ് ചികിത്സിച്ച് മാറ്റാൻ പ്രയാസമാണ്. വയറ്റിലുണ്ടാകുന്ന പുണ്ണുകൾ ചികിത്സിച്ച് മാറ്റാൻ പ്രയാസമാണ്. കാരണം വയറിലുണ്ടാകുന്ന ഒരു ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡാണ് ഉണ്ടാക്കുന്നത്. എല്ല് പോലും ദ്രവിക്കാൻ കഴിയുന്ന ഒരു ആസിഡാണ് വയറിലുണ്ടാകുന്നത്. അപ്പോൾ ചോദ്യം വരും, എങ്ങനെയാ പിന്നെ വയറവിടെ നിൽക്കുന്നത്? വയറ് മാംസം കൊണ്ടുള്ള സാധനമാണ്. ഈ ആസിഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു പാളി വയറുണ്ടാക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയാണ് അവിടെ സജ്ജീകരണം ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ആസിഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് മ്യൂക്കസ് പാളി എന്ന് പറയുന്ന ഒരു പാളി ഉണ്ടാക്കപ്പെടുന്നു. ആ പാളി ഉണ്ടാക്കി അതൊരു പാളി പോലെ വയറിൽ നിന്നതിന് ശേഷം മാത്രമാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഈ ഒരു ആസിഡ് ഉണ്ടാക്കപ്പെടുന്നത്. ഈ ആസിഡ് ഒരു പ്രാവശ്യം ഈ മ്യൂക്കസ് പാളിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസം വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ ഈ ആസിഡ് അതിന്റെ താഴെയുള്ള മാംസത്തെ തൊടുക വഴി ആ പുണ്ണ്, അതായത് അവിടെ മാംസം പുറത്തു വരിക എന്ന് പറയാൻ, മാംസം അത് അവിടെ ഉണ്ടാകുക അല്ലെങ്കിൽ അവിടെ ഒരു പുണ്ണുണ്ടാകുക എന്ന് പറഞ്ഞാൽ വീണ്ടും അവിടെ മ്യൂക്കസ് പാളി, പുണ്ണുള്ള സ്ഥലത്ത് മ്യൂക്കസ് പാളി ഉണ്ടാകില്ല. അപ്പൊ വീണ്ടും ഈ ആസിഡ് ഈ പുണ്ണിലാണ് വീണ്ടും തട്ടുന്നത്. അത് വീണ്ടും മുറിയാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചികിത്സിച്ച് മാറ്റാൻ പ്രയാസമുള്ള കാര്യമാണ്. ഏറ്റവും അധികം കട്ടൻ ചായ, പ്രത്യേകിച്ച് കട്ടൻ ചായ മധുരമില്ലാതെ കഴിക്കുമ്പോൾ ഇടിവെട്ടിയവനെ പാമ്പും കടിച്ച മാതിരിയുള്ള ഒരു പ്രയോഗമാണ് അവിടെ ഉപയോഗിക്കാൻ പറ്റുക. മധുരമില്ലാത്ത കട്ടൻ ചായ, കടുപ്പത്തിലുള്ള കട്ടൻ ചായ പാലും കൂടി ഉപയോഗിക്കാതെ കുടിക്കുമ്പോഴുള്ള പ്രയാസം ഇതാണ്. ഷുഗർ രോഗികൾ ഒരിക്കലും പാൽപ്പൊടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കൊഴുപ്പ് കുറഞ്ഞ പാല് അല്ലെങ്കിൽ പാല് വേടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് അതിനനുസൃതമായിട്ടുള്ള വെള്ളം അതിലിട്ട് തിളപ്പിക്കുക. അതിൽ നിന്ന് പാടയുണ്ടാകും, അതെടുത്തു മാറ്റുക, വീണ്ടും വെള്ളം അതിലൊഴിക്കുക, വീണ്ടും തിളപ്പിക്കുക, വീണ്ടും ഒരു പാട വരും. അതും പാടി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ പാലിൽ യാതൊരു കൊഴുപ്പും അവശേഷിക്കുന്നതല്ല. പാലിലെ കൊഴുപ്പ് കളയുന്നൊരു മാർഗമാണിത്. ആദ്യം പാലെടുത്ത് പാലിൽ അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് പാട മാറ്റി രണ്ടാമത്തെ പ്രാവശ്യം തിളപ്പിച്ച് പാട മാറ്റിയാൽ ആ പാലിൽ യാതൊരു കൊഴുപ്പും ഉണ്ടാവുകയില്ല. ആ പാലുപയോഗിച്ച പാൽച്ചായയാണ് കുടിക്കേണ്ടത്. കട്ടൻ ചായ ഒരിക്കലും കുടിക്കാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ നമുക്കറിയാം, ഇവിടെ വേടിക്കാൻ കൊളസ്ട്രോളൊക്കെ കുറഞ്ഞ പാലുകളൊക്കെ വേടിക്കാൻ കിട്ടുന്നുണ്ട്. ആ പാൽ ഉപയോഗിച്ചുകൊണ്ട് ചായ ഉണ്ടാക്കി എന്തെങ്കിലും മധുരമില്ലാത്ത സാലഡുകൾ, ഒന്നുകിൽ സാലഡുകൾ കഴിക്കണം, അല്ലെങ്കിൽ സാലഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു സാലഡും പറഞ്ഞു തരാം. ഒരു സാലഡുകൾ അല്ലെങ്കിൽ മധുരമില്ലാത്ത ബിസ്ക്കറ്റുകൾ ഇവിടെ വേടിക്കാൻ കിട്ടും ഷുഗറുള്ള രോഗികൾക്ക്. ആ മധുരമില്ലാത്ത ബിസ്ക്കറ്റുകൾ 10 മണിക്ക് കഴിക്കണം. പിന്നെ 1 മണിക്ക് ഭക്ഷണം കഴിക്കണം, ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കണം. 1 മണിക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നിർബന്ധമായിട്ടൊരു സാലഡ്, ഏതെങ്കിലും ഒരു സാലഡ്, ഒരു നാരുള്ള ഭക്ഷണം അതിൽ ഉൾപ്പെടുത്തണം. ചോറിന്റെ അളവ് കുറക്കുകയും നാരുള്ള ഈ ഭക്ഷണം, ഏത് സാലഡ്, അതിന്റെ അളവ് കൂട്ടുകയും വേണം. ഒരു ചെറിയ സാലഡ് പറഞ്ഞുതരാം. കക്കേരി, വെള്ളരി, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ, കുറച്ച രീതിയിൽ മാത്രമേ ക്യാരറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്യാരറ്റ് കുറഞ്ഞ അളവിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്യാരറ്റിൽ ഗ്ലൂക്കോസ് ഉണ്ട്, അതുകൊണ്ട് അത് ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ്, ഷുഗർ പേഷ്യൻസിന് ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ക്യാരറ്റ് കുറച്ച് ഉപയോഗിക്കാൻ പറയുന്നത്. ക്യാപ്സിക്കം, വലിയൊരു ഉണ്ടമുളകുണ്ട്, ക്യാപ്സിക്കം എന്ന് പറയുന്ന ഉണ്ടമുളകുണ്ട്, അത് ഉപയോഗിക്കാം. പറ്റുകയാണെങ്കിൽ എരിവുള്ള ആളുകളാണെങ്കിൽ ചീനമുളക് ഉപയോഗിക്കാം. ചീനമുളകിന് ഔഷധ ഗുണമുണ്ട്, ചീനമുളക് ഉപയോഗിക്കാവുന്നതാണ്. ഈ സാലഡ് അതിൽ നാരങ്ങാനീരോ ഉപ്പുള്ള പ്രഷറുള്ള ആളുകളാണെങ്കിൽ ഉപ്പ് ഉപയോഗിക്കരുത്. അല്ലാത്ത ആളുകളാണെങ്കിൽ ചെറുനാരങ്ങ ചെറിയ രീതിയിൽ അതിൽ ഒഴിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നത്. ഇതൊരു സാലഡാണ്. ഈ ഒരു സാലഡ് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന്റെ കൂടെ നിർബന്ധമായിട്ടും കഴിക്കുക. അല്ലെങ്കിൽ ഈ സാലഡ് വീട്ടിൽ ഇല്ല എങ്കിൽ ഇലവർഗ പച്ചക്കറികൾ
കഴിക്കണം, ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കണം. ഇലവർഗ പച്ചക്കറികൾ എന്ന് പയറിന്റെ ഇല, മത്തന്റെ ഇല, മുരിങ്ങന്റെ ഇല, കുമ്പളങ്ങന്റെ ഇല, അതുപോലെ തന്നെ ചീരയില. പക്ഷെ ചീരയില ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല. ചീരയില കൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, യൂറിക് ആസിഡ് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതുവഴി മൂത്രത്തിൽ കല്ല് വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ചീരയില ഉപയോഗിക്കാം, നിരന്തരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കുറച്ച് എപ്പോഴും ആഴ്ചയിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ചീര ഉപയോഗിക്കുന്നത് തെറ്റില്ല. ഈ സാലഡ് ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകൾ ഇലവർഗ പച്ചക്കറികൾ ചോറിന്റെ കൂടെ അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന്റെ കൂടെ കൂട്ടുന്നത് വളരെയധികം അത്യാവശ്യമാണ്. മറ്റൊരു നാരടങ്ങിയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ നാരടങ്ങിയിട്ടുള്ള മറ്റൊരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ വാഴപ്പിണ്ടിയാണ്. വാഴപ്പിണ്ടി, ഉണ്ണിത്തണ്ട് എന്ന് പറയും. ഉണ്ണിത്തണ്ട് ഏറ്റവും കൂടുതൽ നാരുള്ള ഭക്ഷണത്തിന്റെ രാജാവാണ് ഉണ്ണിത്തണ്ട്. ഉണ്ണിത്തണ്ടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കുടലിലുള്ള ക്യാൻസർ വരെ ഇല്ലാണ്ടാക്കാൻ ഉണ്ണിത്തണ്ടിന് കഴിവുണ്ട് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഉണ്ണിത്തണ്ട് കിട്ടുന്നിടത്തോളം ഉപയോഗിക്കുക. മറ്റൊരു വിഷയം, ഷുഗർ രോഗികൾ സ്മരിക്കേണ്ടത്, ഒരിക്കലും കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല. പൂള കഴിക്കാൻ പാടില്ല, ഉരുളൻകിഴങ്ങ് കഴിക്കാൻ പാടില്ല, ചേന കഴിക്കാൻ പാടില്ല, കാവത്ത് കഴിക്കാൻ പാടില്ല, ചേമ്പ് കഴിക്കാൻ പാടില്ല. ഇതൊന്നും ഷുഗർ രോഗികൾക്ക് പാടുള്ള കാര്യമല്ല. കാരണം അതിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കൂടുതലാണ്. ഏതൊരു കാർബോഹൈഡ്രേറ്റ്സും പിന്നീട് മാറ്റപ്പെടുത്തുന്നത് ഗ്ലൂക്കോസായിട്ടാണ്. ഗ്ലൂക്കോസായിട്ട് മാറ്റപ്പെടുത്തുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിന്റെ അളവ് കൂട്ടാൻ ഈ ഹൈപ്പർ ഗ്ലൈസീമിക് ആയിട്ടുള്ള ഈ ഓരോരോ ഭക്ഷണങ്ങൾ വഴിയൊരുക്കുന്നതാണ്. അതുകൊണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കണം. പൂള കൊണ്ട് മറ്റൊരു പ്രശ്നം, ഇന്ന് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2001 മദ്രാസ് യൂണിവേഴ്സിറ്റി കണ്ടെത്തിയ ഒരു പഠനമുണ്ട് പൂളയെക്കുറിച്ച്. പൂളയിൽ ഒരു ചെറിയൊരു ഘടന ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ പൂള കഴിക്കുന്ന വഴി ഏറ്റവും കൂടുതൽ പൂളയും അതുപോലെ തന്നെ പൊറോട്ടയും കഴിക്കുന്നത്. അലോക്സെയിൻ എന്ന് പറയുന്ന ഒരു സാധനം പൂളയിലും പൊറോട്ടയിലും ഉണ്ട്. ഈ അലോക്സെയിൻ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ഗ്രന്ഥികളെ തളർത്തുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് മൈദയിൽ, അതായത് പൊറോട്ട. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മൈദയുടെ ഒരു വിഭവമുള്ളത് പൊറോട്ടയാണ്. പൊറോട്ടയിലും രണ്ടാമത്തെ ഒരു കാര്യം പൂളയിലും അലോക്സെയിൻ എന്ന് പറയുന്ന സംഭവം അടങ്ങിയിട്ടുണ്ട്. അത് ധമനികളിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ധമനിയുണ്ട്, പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ധമനിയുണ്ട്. ആ ധമനിയിൽ നിന്ന് ചെറിയ കുടലിലോട്ട് ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിൽ ഒരു കല്ലായി രൂപാന്തരപ്പെടുമെന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റി 2000 കണ്ടുപിടിച്ചു. ലോകാരോഗ്യ സംഘടന അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ പൂള കഴിയുന്നതും എല്ലാവരും ഒഴിവാക്കണം. പൊറോട്ട കഴിയുന്നതുമല്ല, എല്ലാ രീതിയിലും ഒഴിവാക്കണം. എല്ലാ രോഗികളും ഒഴിവാക്കണം. ഒരാളെ നിങ്ങൾക്ക് ഡയബറ്റിക് അല്ലെങ്കിൽ ഒരു പ്രമേഹ രോഗി ആക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു മകനെ നിങ്ങൾക്കൊരു പ്രമേഹ രോഗി ആക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ചെറുപ്പം മുതൽ ഒരു 12 വയസ്സ് വരെ അവന് പൊറോട്ട മാത്രം കൊടുത്താൽ മതി. 12ാമത്തെ വയസ്സിൽ അവൻ രോഗിയായിട്ടുണ്ടാവും, യാതൊരു സംശയവുമില്ല. അലോക്സെയിൻ എന്ന് പറയുന്ന സാധനം ചെറിയൊരു സംഭവമല്ല. അത് ഈ ഗ്രന്ഥികളെ, ഇൻസുലിനെ ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. ഐലറ്റ്സ് ഓഫ് പാൻക്രിയാസ് എന്ന് പറയുന്നത് വയറിന്റെ താഴെ ഒരു ഇലമാർഗത്തിലുള്ള ഒരു ഗ്രന്ഥിയാണ്. ആ ഇലമാർഗത്തിലുള്ള ഗ്രന്ഥിയുടെ ആ ഇലയുടെ ആ ഭാഗം, അതിന്റെ ആ ഒരു കൂർത്ത ഭാഗം, അവിടെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുള്ളത്. ആ ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉണ്ടായില്ല. ബീറ്റാ സെൽസ് ആണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. ആ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ആ ഗ്രന്ഥികളെ ഈ അലോക്സെയിൻ എന്ന് പറയുന്ന ഈ സംഭവം നശിപ്പിച്ചു കളയുന്നു. ഇൻസുലിൻ കുറയുന്നു. അതുകൊണ്ട് തന്നെ പ്രമേഹം ഉണ്ടായി വരുന്നു. കിഴങ്ങ് വർഗ്ഗങ്ങൾ അപ്പോൾ പ്രമേഹ രോഗികൾ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപേക്ഷിക്കണം. അവർക്കത് യാതൊരു തരത്തിലും കഴിക്കാവുന്ന ഒരു ഭക്ഷണമല്ല. 1 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, 1 മണിക്കാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നതെങ്കിൽ 4 മണിക്ക് വൈകുന്നേരത്തെ ചായ, ആ ചായ കുടിക്കൽ നിർബന്ധമാണ് പ്രമേഹ രോഗി. 2 മണിക്കാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത്, 5 മണിക്ക് ചായ കുടിക്കണം. ഈ ചായ ഞാൻ നേരത്തെ 10 മണി ചായ പോലെ ഈ ചായ ഒന്നുക്കെ അതിലെന്തെങ്കിലും സാലഡ് ഉണ്ടാകണം, അല്ലെങ്കിൽ മധുരമില്ലാത്ത ബിസ്ക്കറ്റുകൾ ഇവിടെ മേടിക്കാൻ കിട്ടുന്നതാണ്, ആ ബിസ്ക്കറ്റുകൾ ഉപയോഗിക്കണം. 4 മണിക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ 8 മണിക്ക് അത്താഴം കഴിക്കണം. എല്ലാ ഭക്ഷണത്തിന്റെ ഇടയിലും 4 മണിക്കൂർ, എല്ലാ വലിയ വലിയ ഭക്ഷണത്തിന്റെ ഇടയിലും രാവിലത്തെ ഭക്ഷണം, ഉച്ചക്കത്തെ ഭക്ഷണം, രാത്രിയുടെ ഭക്ഷണം 4 മണിക്കൂർ ഇടവേള ഉണ്ടാകൽ അത്യാവശ്യമാണ്. കാരണം ഈ 4 മണിക്കൂർ കൊണ്ടാണ് നേരത്തെ ഇവിടുത്തെ പ്രാസംഗികൻ പറഞ്ഞതുപോലെ
4 മണിക്കൂറാണ് ഒരു മനുഷ്യൻ ആഹാരം കഴിക്കുന്നത് വയറിൽ നിന്ന് പരിപൂർണമായിട്ട് അതിന്റെ സത്തുകൾ വലിച്ചെടുക്കുകയും വേണ്ടാത്തത് ഒഴിവാക്കുകയും ചെയ്യുന്ന സമയം 4 മണിക്കൂറാണ്. ഗ്യാസ്ട്രിക് എംറ്റിയിങ് എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. ഈ 4 മണിക്കൂറിൽ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. ഈ 4 മണിക്കൂർ ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകുന്നേരം ചായ കുടിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരം ചായ കുടിക്കാൻ പറയുന്നത് ഈ 4 മണിക്കൂറിന്റെ ദൈർഘ്യം രാത്രിയിലെ ഭക്ഷണത്തിലോട്ട് നീട്ടാൻ വേണ്ടിയാണ് 4 മണിക്കുള്ള ചായ കുടിക്കണമെന്ന് പറയുന്നത്. 8 മണിക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കണം? പ്രമേഹ രോഗികൾ, എല്ലാ പ്രമേഹ രോഗികളും, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് 350 കൂടുതലും കുറയലുമുള്ള എല്ലാ രോഗികളും രാത്രി ചപ്പാത്തിയാക്കി മാറ്റണം. മറ്റൊരു ഭക്ഷണവും കഴിക്കാൻ പാടുള്ളതല്ല. മറ്റൊരു സംശയം എന്നോട് ചോദിക്കാറുള്ളത് ഓട്സ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓട്സിനെ കുറിച്ചിട്ട് യാതൊരു ആധികാരികമായിട്ടുള്ള പഠനങ്ങളൊന്നും വന്നിട്ടില്ല. പുസ്തകങ്ങളോ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഒരു പഠനത്തിലും ഓട്സിനെ കുറിച്ചിട്ടൊന്നും പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാൻ ഇപ്പോൾ സാധിക്കുന്ന കാര്യമല്ല. അതിൽ നാരടങ്ങിയിട്ടുണ്ട്, ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഒരു സംഭവം അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് ഹൃദയത്തെ സംരക്ഷിക്കുന്ന കാര്യമാണ്. പക്ഷേ എത്രത്തോളം അത് പ്രമേഹ രോഗികൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിന് ഗവേഷണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഗവേഷണം ഫ്ലോറിഡയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടത്, ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരിക്കലും ഒരു ഭക്ഷണവും കഴിക്കാൻ പാടുള്ളതല്ല. ഉറങ്ങാൻ പോകുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം. ചില ആളുകളുണ്ട് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാല് കുടിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കുന്ന ആൾ. അത് അനാരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ടതാണ്. അത് ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്ന വഴി ഗ്യാസ്ട്രൈറ്റിസ്, വയറ് സംബന്ധമായ രോഗങ്ങൾ വരാൻ ഏറ്റവും വളരെ എളുപ്പത്തിലുള്ളൊരു മാർഗമാണ് കെടുക്കാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും കഴിച്ചു കെടുക്കുക. ഉറക്കവും ഭക്ഷണവും തമ്മിൽ 1 മണിക്കൂർ, രാത്രിയുടെ ഉറക്കവും ഭക്ഷണവും തമ്മിൽ 1 മണിക്കൂർ ദൈർഘ്യമുണ്ടാകണമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം അനുശാസിക്കുന്നുണ്ട്. ഗ്യാസ്ട്രിക് എംറ്റി, കാരണം ഇതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഉറക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ മെറ്റബോളിക് ഇൻഡെക്സ്, അതായത് ഒരു മനുഷ്യന്റെ പ്രക്രിയ വളരെ കുറവാണ്. ഈ സമയത്താണ് നമ്മുടെ വയറിന്റെ പ്രക്രിയയും വളരെ കുറവാണ്. അപ്പോൾ ഫുഡ് സ്റ്റാഗ്നേഷൻ, അതായത് ഈ ഭക്ഷണം അവിടെ നിന്നു പോകും. സാധാരണ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ സമയം പോലെയാകില്ല. രാത്രി കിടക്കുന്ന സമയത്ത് ഭക്ഷണം ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലോട്ട് സഞ്ചരിക്കുന്നതിന്റെ ദൈർഘ്യം കൂടുന്നത് വഴി അതിവിടെ അണുബാധയുണ്ടാകാനും അതുപോലെ മറ്റു വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മാർഗമാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നത് ഉറക്കത്തിന്റെ 1 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ്. അത് പ്രമേഹ അല്ലാത്ത രോഗികളും പ്രമേഹമുള്ള രോഗികളും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. 1 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കണം. ഒരു പ്രീ ബെഡ് സ്ലീപ്പ്, പ്രീ ബെഡ് ഫുഡ്സ് ഒന്നും എടുക്കാൻ പാടില്ല. അതായത് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തുണ്ടാകുന്ന, ഉറങ്ങാൻ പോകുന്ന സമയത്തുണ്ടാകുന്ന ഭക്ഷണം. ചില ആളുകൾ അത് വലിയൊരു സ്റ്റാറ്റസിന്റെ പ്രക്രിയയായിട്ട് കെടുക്കാൻ പോകുന്ന സമയത്ത് പാലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് ശരിക്കും അനാരോഗ്യകരമായിട്ടുള്ളൊരു പ്രവണതയാണ്. അത് ത്യജിക്കുക തന്നെ വേണം. വേറൊരു കാര്യം പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ലോകത്ത്. പ്രമേഹ രോഗികൾക്ക് ഒരിക്കലും ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. അത് തെറ്റായൊരു ധാരണയാണ്. പ്രമേഹ രോഗികൾക്ക് ഫ്രൂട്ട്സ്, പഴങ്ങൾ കഴിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. ചില പഴങ്ങളെ കഴിക്കാൻ പാടുള്ളൂ, എല്ലാ പഴങ്ങളും പറ്റില്ല. എന്തുകൊണ്ട്? പഴങ്ങളിൽ 2 ഘടനയുണ്ട്. ഗ്ലൂക്കോസ്, അതായത് പഴങ്ങളുടെ മധുരം തീരുമാനിക്കുന്നത് 2 സംഭവങ്ങളാണ്. ഒന്ന് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനമാണ് പഴങ്ങൾക്ക് മധുരം നൽകുന്നത്. ഫ്രക്ടോസ് എന്ന് പറയുന്നത് മറ്റൊരു സംഭവമാണ്, അതും പഴങ്ങൾക്ക് മധുരം നൽകുന്നു. പക്ഷെ ഫ്രക്ടോസ് എന്ന് പറയുന്ന സാധനം മൂത്രത്തിലൂടെ ഒഴിച്ചു പോകുന്ന ഒരു മധുരമാണ്. അതുകൊണ്ട് അതടങ്ങുന്ന പഴങ്ങൾ കഴിക്കുന്നതിൽ കുഴപ്പമില്ല. കുറച്ച് അളവിൽ ഫ്രക്ടോസ് ഗ്ലൂക്കോസായിട്ട് തരംതിരിക്കപ്പെടുന്നുണ്ട് ശരീരത്തിൽ, പക്ഷെ അത് വളരെ കുറച്ച് അളവ് മാത്രമാണ്. മറ്റുള്ളതെല്ലാം മൂത്രത്തിലൂടെയും അതുപോലെ തന്നെ മലത്തിലൂടെയും ഒഴിവാക്കപ്പെടുന്ന ഷുഗറാണ് ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗർ. അതും പോലെ അതിൽ വേറൊരു ഗുണം കൂടിയുണ്ട്. ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗറിന് ഗ്ലൂക്കോസിനേക്കാളും മധുരം കൂടുതലാണ്. ഫ്രക്ടോസ് അടങ്ങുന്ന ഫ്രൂട്ട്സ്, ഫ്രക്ടോസ് അടങ്ങുന്ന പഴങ്ങൾ ഒരു പ്രമേഹ രോഗിക്ക് കഴിക്കാവുന്നതാണ്. ഫ്രക്ടോസ് അടങ്ങുന്ന പഴങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് പഴങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിൽ സാധാരണ കാണപ്പെടുന്ന ഓമക്കായ കഴിക്കാം. ഒരു ഡോക്ടർ ഇങ്ങനെ വന്ന് പ്രസംഗിച്ച് ഓമക്കായ കഴിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള ഒരു ഓമക്കായ ഫുള്ള് കഴിക്കുന്നത് ശരിയാവില്ല.
ഒരു മിതത്വം അതിലും പാലിക്കണം. ചെറിയൊരു കഷ്ണം മാത്രമേ ഓമക്കായ കഴിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ ഒരു പഴം നമുക്ക് കഴിക്കാൻ, ഷുഗറുള്ള രോഗികൾക്ക് കഴിക്കാൻ കഴിയുന്നത് അടക്കാപ്പഴം, പേരക്ക, ഇത് കഴിക്കാവുന്നതാണ്. പേരക്കയിലും ഫ്രക്ടോസ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. പേരക്കയിൽ മറ്റൊരു ഗുണമുള്ളത്, ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് പേരക്ക എന്ന് പറയുന്നത്. ഒരു പക്ഷേ നെല്ലിക്കയിൽ പോലും പേരക്കയുടെ അത്ര വൈറ്റമിൻ സി ഇല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ പഴം പേരക്കയാണ്. മൂന്നാമത്തെ മധുരനാരങ്ങ കഴിക്കാം, അളവ് കൂടാൻ പാടില്ല. മധുരനാരങ്ങ കഴിക്കുന്നതിന് ഷുഗർ രോഗികൾക്ക് മധുരനാരങ്ങ കഴിക്കുന്നതിൽ പ്രശ്നമില്ല. നാലാമത്തെ ഒരു പഴം കഴിക്കുന്നത് വലിയ പഴം, അത് നീന്ത്രപ്പഴം എന്നൊക്കെ പറയുന്ന വലിയ പഴം കഴിക്കാം. പക്ഷേ അത് പഴുത്ത് കഴിക്കാൻ പാടില്ല. പച്ചയിൽ അത് അധികം പഴുപ്പ് എത്തുന്നതിന് മുമ്പ് ഒരു കഷ്ണം കഴിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. അത് കഴിക്കൽ അത്യാവശ്യം കൂടിയാണ്. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ, ഇന്ന് ഇന്ത്യയുടെ ഒരു ഘടന വെച്ചിട്ട്, പ്രത്യേകിച്ച് കേരളയുടെ ഒരു ഘടന വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മിനറൽസ്, ഒരു ശരീരത്തിന് ആവശ്യമുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അതായത് കുറഞ്ഞ അളവിൽ ആവശ്യമുള്ള, എന്നാൽ അത് ഇല്ലാതിരുന്നാൽ ശരീരത്തിന്റെ പ്രവർത്തനം വരെ ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അതിൽ പെട്ടതാണ് ഈ വൈറ്റമിൻസും മിനറൽസും എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതലുള്ളത് ഏത്തക്കാപ്പഴത്തിലാണ്, അതായത് വലിയ പഴത്തിലാണ്. വലിയ പഴത്തിലാണ് ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ളത്. ഏറ്റവും കൂടുതൽ മിനറൽസ്, കാൽഷ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത് ഏത്തക്കാപ്പഴത്തിലാണ്. അത് അധികം പഴുത്തുകൊണ്ട് കഴിക്കാൻ പാടില്ല. കരിമ്പഴുപ്പിൽ ഒരു കഷ്ണം കഴിക്കാം, അത് കഴിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി. ഏത്തക്കാപ്പഴത്തിൽ ഉള്ളത് ഗ്ലൂക്കോസാണ്, പക്ഷെ ഈ ഒരു മിനറൽസിന്റെ ഘടന അതിൽ കൂടുതൽ ഉണ്ടായതുകൊണ്ട് ഡോക്ടർമാർ അത് കഴിക്കുന്നതിനെ കുറിച്ച് തടയാറില്ല. കാരണം അതിലുള്ള മിനറൽസ് മറ്റൊന്നിലും കിട്ടാറില്ല. മറ്റൊരു കാര്യം, ഇലവർഗ പച്ചക്കറികൾ തീർച്ചയായിട്ടും ഇലവർഗ പച്ചക്കറികൾ രണ്ട് വിഭാഗം ജനങ്ങൾ കഴിക്കേണ്ടതുണ്ട്. ഇലവർഗ പച്ചക്കറികൾ, ഒന്ന് ഡയബറ്റിസ്, അതായത് പ്രമേഹ രോഗികൾ ഇലവർഗ പച്ചക്കറികൾ കഴിക്കുന്നതിന്റെ ഒരു കാരണം ഞാൻ അവിടെ നേരത്തെ പറഞ്ഞു. രണ്ടാമത്തൊരു വിഭാഗം ആളുകൾ, ഗർഭിണികൾ, ഇലവർഗ പച്ചക്കറികൾ വളരെ നന്നായി കഴിക്കണം. അതിൽ യാതൊരു രീതിയിലും വിട്ടുവീഴ്ച കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. രോഗികളോട് എല്ലാവരോടും ഡോക്ടർമാർ പറയുന്ന അല്ലെങ്കിൽ അനുശാസിക്കുന്ന ഒരു കാര്യമാണ് ഇലവർഗ പച്ചക്കറികൾ കഴിക്കാൻ. ഇലവർഗ പച്ചക്കറികളിൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫോളിക് ആസിഡ് പ്രായം കൂടുന്ന സമയത്ത് ബുദ്ധിയുടെ അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരത കുറഞ്ഞു വരുന്ന ഒരു കാര്യം നമുക്ക് ഇപ്പോൾ സാധാരണ ജനങ്ങളിൽ കാണാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ഘടനയുടെ കുറവ് കൊണ്ട് വരുന്നതാണ്. ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന സാധനം ശരീരത്തിൽ ഉണ്ടാകണം. അത് പ്രായം ചെന്ന ആളുകൾക്ക് കൂടുതൽ വേണം, ഗർഭിണികൾക്ക് പ്രായം ചെന്ന ആളുകളെക്കാൾ കൂടുതൽ വേണം. കാരണം ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്, അതായത് കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഫോളിക് ആസിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഗർഭിണിയാകുന്നതിന്റെ മുമ്പ് തന്നെ, ഗർഭിണിയാകാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന സമയം മുതൽ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണമെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. ഫോളിക് ആസിഡ് കഴിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിവികാസവും ചുറുചുറുപ്പും ഉണ്ടാകുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രായം ചെന്ന ആളുകളും ഈ ഫോളിക് ആസിഡ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഇലവർഗ പച്ചക്കറികൾ കഴിക്കണം. ഇലവർഗ പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് മത്തന്റെ ഇലയിലാണ്. മത്തന്റെ ഇലയിലാണ് ഏറ്റവും കൂടുതൽ ഫോളിക് ആസിഡ് ഉള്ളത്. രണ്ടാമത്തത് പയറിന്റെ ഇല, മൂന്നാമത്തത് കുമ്പളങ്ങന്റെ ഇലയിലും ഫോളിക് ആസിഡ് ഉണ്ട്. മുരിങ്ങ ഇലയിൽ ഫോളിക് ആസിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ മുരിങ്ങ ഇലയിലെ ഇരുമ്പിന്റെ സത്ത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ മറ്റൊരു വിഷയം ശ്രദ്ധിക്കാനുള്ളത് വ്യായാമമാണ്. രണ്ട് തരത്തിലാണ് ഗ്ലൂക്കോസ് ശരീരത്തിന്റെ കോശങ്ങൾ ഏറ്റെടുക്കുന്നത്. രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇൻസുലിൻ വേണം. ഇൻസുലിന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായാൽ ഗ്ലൂക്കോസ് കോശങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. രണ്ടാമത്തത് ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ്. അതിന്റെ നാടൻ ഭാഷ പറയുകയാണെങ്കിൽ ശ്വാസം മുട്ടിക്കുക, കോശങ്ങളെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ്. ശ്വാസം മുട്ടുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ശ്വാസം കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുപോലെ തന്നെയാണ് കോശങ്ങളും.
അധ്വാനിക്കുന്ന സമയത്ത് കോശങ്ങൾക്ക് കൂടുതൽ ഓക്സിജൻ വേണം. ആ ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ATP ഉപയോഗിക്കണം, ATP ഉണ്ടാക്കണം. ATP ഉണ്ടാക്കിയാലേ കോശങ്ങൾക്ക് അധ്വാനിക്കാൻ കഴിയുള്ളൂ. ഈ മാംസപേശികൾക്ക് ചുങ്ങാൻ കഴിയണമെങ്കിൽ ATP വേണം. ഈ ATP ഉണ്ടാകണമെങ്കിൽ ഗ്ലൂക്കോസ് വേണം. ഗ്ലൂക്കോസ് വരണമെങ്കിൽ ഇൻസുലിൻ വേണം. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ ഇല്ലല്ലോ. പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ ഇല്ല. അപ്പോൾ അവിടെ ഹൈപ്പോക്സിയ എന്ന് പറയുന്ന സിദ്ധാന്തം, ആ ഹൈപ്പോക്സിയ, കോശങ്ങൾക്ക് ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ആ ഒരു സംഭവം കൊടുക്കുകയാണെങ്കിൽ, അതായത് കോശങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണെങ്കിൽ മരണസമയത്ത് വെപ്രാളം കാണിക്കുന്ന പോലെ അവർ ഇൻസുലിന് വേണ്ടി കാത്തു നിൽക്കില്ല. ദാറ്റ് ഈസ് ഗേറ്റഡ് ഓപ്പൺ ചാനൽസ് എന്ന് പറയും. അതായത് ആവശ്യമുള്ള സമയത്ത് തുറക്കാവുന്ന ഒരു ചാനൽസ് നമ്മുടെ ശരീരത്തിൽ കോശങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഹൈപ്പോക്സിയ, അതായത് ശ്വാസം കിട്ടാത്ത സമയത്ത്, നമ്മൾ കൂടുതൽ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു. ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നു. ആ ശ്വാസം കിട്ടാതെ കൂടുതൽ പണിയെടുക്കുന്നു. അതിന് കൂടുതൽ ഗ്ലൂക്കോസ് വേണം. ഗ്ലൂക്കോസ് വരണമെങ്കിൽ ഇൻസുലിൻ വേണം. പക്ഷേ ഇൻസുലിൻ അവിടെ ഇല്ല. ആ സമയത്ത് എന്ത് ചെയ്യും? ആ സമയത്ത് ഈ ഗേറ്റഡ് ഓപ്പൺ ചാനൽസ് എന്ന് പറയുന്ന ഈ ചാനൽസ് ഓപ്പൺ ചെയ്യും. അതോടുകൂടി ഇൻസുലിൻ ഗ്ലൂക്കോസ് അതിലോട്ട് കടക്കുന്നു, ATP ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ ഷുഗർ കുറക്കാം. ഏറ്റവും നല്ല മാർഗം ഈ ഒരു പ്രമേഹ രോഗികൾ പരിശീലിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓടണം ചാടണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. വെറുതെ ഇരിക്കുന്ന സമയത്ത് കൈയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമാക്കിയാൽ അതും വ്യായാമം തന്നെയാണ്. ചെറുതായിട്ട് വീട്ടിലൊന്ന് നടക്കുന്നത് വ്യായാമമാണ്. റോട്ടിലോട്ടൊന്ന് ഇറങ്ങി നടക്കുന്നത് വ്യായാമമാണ്. നടത്തം വ്യായാമത്തിന്റെ രാജാവാണ് എന്നുള്ളതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നടത്തം വ്യായാമത്തിന്റെ രാജാവാണ്. നടക്കുന്നത് വഴി 4 തരത്തിലുള്ള എക്സർസൈസസ് ആണ് ഉണ്ടാകുന്നത്. ഒന്ന് ഐസോമെട്രിക് എക്സർസൈസ്, ഐസോട്ടോണിക് എക്സർസൈസ്. പിന്നെയുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് മാനസികപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഐസോട്ടോണിക്കും ഐസോമെട്രിക് എക്സർസൈസ് എന്ന് പറയുന്നത് നല്ല കൈ വീശി നടക്കണം, നടന്നു കഴിഞ്ഞാൽ വിയർക്കണം. ഇവിടെ ഹൃദ്രോഗികൾ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, ശ്വാസം മുട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും മുന്നോട്ട് ഹൃദ്രോഗികൾ നടക്കാൻ പാടുള്ളതല്ല. നടന്ന് കുറച്ചുകൊണ്ട് കഴിഞ്ഞ് ശ്വാസം ഏകദേശം മുട്ടുകയാണെന്ന് തോന്നുന്ന ഒരു സമയത്ത് അവിടെ നിർത്തണം. പിന്നെ കുറച്ച് കഴിഞ്ഞ് നടക്കും. ഈ നടത്തം കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. ഷുഗർ രോഗികൾക്ക് മാത്രമല്ല, പ്രഷർ രോഗികൾക്ക് മാത്രമല്ല, കൊളസ്ട്രോൾ ഉള്ള രോഗികൾക്ക് മാത്രമല്ല, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള ആളുകൾക്കും ഈ നടത്തം വലിയൊരു സംഭവമാണ്. കാരണം ഒന്നാമത്തത്, ആദ്യമായിട്ട് പ്രമേഹ രോഗികൾക്കുള്ള ഗുണം പറയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നു. ഷുഗർ ഇൻസുലിന്റെ ഒരു അഭാവത്തോട് കൂടിയിട്ട് ഷുഗറിനെ ഏറ്റെടുക്കുന്നു. അങ്ങനെ രക്തത്തിലുള്ള ഷുഗറിന്റെ അംശം കുറയുന്നു. രണ്ടാമത്തത് ഉപ്പ്, അതായത് പ്രഷറുള്ള ആളുകൾ വിയർക്കുന്ന വഴി ശരീരത്തിലുള്ള ഉപ്പിന്റെ അംശം കുറെ പുറന്തള്ളപ്പെടുന്നു. ഒന്നാമത്തെ കാര്യം. ഏറ്റവും കൂടുതൽ ഉപ്പിന്റെ അംശം പുറന്തള്ളപ്പെടുന്ന 2 മാർഗമാണ്. ഒന്ന് മൂത്രത്തിലൂടെയും മറ്റൊന്ന് വിയർപ്പിലൂടെയുമാണ് ഉപ്പ് പുറന്തള്ളപ്പെടുന്നത്. ഈ ഉപ്പാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾക്ക് ഉപ്പ് കൂടുന്നതാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. സാധാരണ പ്രഷറുള്ള രോഗികൾക്ക് അതിനുള്ള കാരണം ഉപ്പ് കൂടുക എന്നുള്ളതാണ്. ഈ ഉപ്പ് കൂടുന്നത് നമ്മുടെ ശരീരത്തിലുള്ള, നമ്മൾ പുറത്തുനിന്ന് ഉപ്പ് കഴിക്കുന്ന സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനം, ഈ സോഡിയം എന്ന് പറയുന്നത് എന്താണ് പ്രഷർ എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയൊരു പ്രഷറിനെ കുറിച്ചൊന്ന് വിവക്ഷിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകും. പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലാറ്ററൽ പ്രഷർ എക്സേർട്ടഡ് ഓൺ ദ വാൾസ് ഓഫ് ആർട്ടറീസ് ബൈ ദ ബ്ലഡ് ഫ്ലോയിങ് ഇൻ ദ ആർട്ടറീസ് എന്ന് പറയും. ലാറ്ററൽ പ്രഷർ, അതായത് 2 സൈഡിലോട്ടും എന്ത് സമ്മർദ്ദമാണോ ആ രക്തക്കുഴലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം ചെലുത്തുന്നത്, അതിനെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അതിനെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഈ രക്തസമ്മർദ്ദം ഉപ്പ് കൂടുതൽ ഉണ്ടാകുന്നത് കൊണ്ടും ഉപ്പ് കൂടുതൽ കഴിക്കുന്നത് കൊണ്ടും വരുന്നൊരു രോഗമാണ് രക്തസമ്മർദ്ദം. രണ്ടാമത്തെ ഒരു രീതിയിൽ വരുന്നതെന്ന് വെച്ചാൽ, പഴയ നമ്മുടെ ഉപ്പമാർക്കും ജനറ്റിക്കലായിട്ട് വരാം. ഉപ്പമാർക്കും ഉമ്മമാർക്കും ഒരു പക്ഷേ പ്രഷർ ഉണ്ടായെന്ന് വരാം, അത് മക്കൾക്കും വന്നെന്ന് വരാം. അത് ജനറ്റിക്കാണ്, അതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. പക്ഷെ ആ രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ നാം നിയന്ത്രണത്തിൽ വെക്കൽ വളരെയധികം അത്യാവശ്യമാണ്. കാരണം പ്രഷർ കൊണ്ട് ഒരുപാട് രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും, എക്സ്റ്റെൻസീവ് ഓർഗൻ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് പ്രഷർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എക്സ്റ്റെൻസീവ് ഓർഗൻ മാൽ ഫംഗ്ഷനിങ് ഉണ്ടാക്കുന്ന രോഗമാണ്. അതായത് എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ അടി മുതൽ മുടി വരെയുള്ള എല്ലാ അവയവത്തെയും ബാധിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് പ്രഷർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അടി മുതൽ മുടി വരെയുള്ള എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു രോഗമാണ് പ്രമേഹം എന്ന് പറഞ്ഞാൽ.
അപ്പോൾ ഈ പ്രഷറിനെ നിയന്ത്രിക്കൽ വളരെയധികം അത്യാവശ്യമാണ്. ഈ ഉപ്പിന്റെ അംശം നമ്മൾ സാധാരണ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ ഉപ്പും നമ്മൾ കുടിക്കുന്ന കിണറ്റിന്റെ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. കൂടുതലായിട്ട് ഒരു ഉപ്പ് നമ്മൾ ശരീരത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഒരു ഉപ്പ്, സാധാരണ ആളുകൾക്ക് ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടേസ്റ്റ്, അതായത് നമ്മുടെ ഒരു രുചിക്ക് വേണ്ടി മാത്രം ഇടുന്ന ഒരു സംഭവമാണ്. അത് ശരീരത്തിന് അത്ര വലിയ ആവശ്യമുള്ള കാര്യമല്ല. കാരണം കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് നമുക്ക് ആ ഉപ്പ് കിട്ടുന്നുണ്ട്. കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഉപ്പ് മാത്രമല്ല, വേറെ പല ഘടനകൾ, മഗ്നീഷ്യം അങ്ങനത്തെ പോലെ ഘടനകളൊക്കെ കിട്ടുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ നമുക്ക് കിട്ടുന്നത് ഉപ്പാണ്. ഉപ്പ് രസം വെള്ളത്തിന് നമുക്ക് തോന്നുന്നില്ല എങ്കിലും ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഉപ്പ് അതിലുണ്ട്. ആ വെള്ളത്തിൽ നിന്ന് ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഉപ്പുകൾ കിട്ടുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഒരു ഉപ്പ് നമ്മൾ കഴിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് പ്രഷറുള്ള രോഗികൾ ഒരിക്കലും ഉപ്പ് പരിപൂർണമായിട്ട് വർജിക്കണം. ചോറിലോ ചാറിലോ ഉപ്പേരിലോ ഒന്നും ഉപ്പിടാതെ ഉപയോഗിക്കണം. ഉപ്പ് എന്ന് പറഞ്ഞ സംഭവം അത് പ്രഷറുള്ള രോഗികൾക്ക് മരുന്ന് കുടിച്ചാൽ പോലും ഏറ്റവും നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് അമിലോഡിപ്പിൻ, നിഫിഡിപ്പിൻ എന്നൊക്കെ പറയുന്ന ഗുളികകളാണ്. ഈ ഗുളികകളെല്ലാം അതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്നുള്ള ഉപ്പ് പുറന്തള്ളപ്പെടുക എന്നുള്ളതാണ്. ഒരു മെയിൻ ആക്ഷൻ. മറ്റ് ആക്ഷനുകളൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഉപ്പ് ആ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ. അപ്പൊ ഈ ഉപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഉപ്പ് വെള്ളത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നമ്മളത് ഉള്ളിലോട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പ്രത്യേകിച്ച് പ്രഷറുള്ള രോഗികൾ ഈ ഉപ്പ് കഴിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, പ്രഷറുള്ള രോഗികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 130-90, 130-100 എന്ന് പറയുന്നതാണ് പ്രഷറിന്റെ ഏറ്റവും നോർമലായി തന്നെ, അതായത് സാധാരണ രീതിയിൽ അത് അംഗീകരിക്കപ്പെടുന്ന പ്രഷറാണെങ്കിൽ പോലും അതിന്റെ ഏറ്റവും വലുപ്പത്തിൽ, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു കണക്കാണ് 130 എന്ന് പറയുന്നത്. അതിനേക്കാൾ അപ്പുറം കൂടാൻ പാടില്ല. പ്രഷർ കൂടുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആദ്യമായി പ്രഷർ കൂടുന്നതുകൊണ്ട് ബാധിക്കപ്പെടുന്ന വൃക്കകളാണ്. പ്രഷർ കൂടുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന ഒരു അവയവം മനുഷ്യ ശരീരത്തിൽ വൃക്കകളാണ് ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ നേരത്തെ നടക്കുന്ന കാര്യം പറഞ്ഞു. ഹൃദയ സംബന്ധമായ രോഗികൾക്ക് നടത്തം എങ്ങനെയാണ് ഗുണകരമാകുന്നത്, ബ്ലോക്കുള്ള രോഗികൾക്ക് എങ്ങനെയാണ് നടത്തം ഏറ്റവും നന്നായിട്ട് ഉപകാരപ്രദമാകുന്നത്. ഒരു പ്രക്രിയയുണ്ട്, ആൻജിയോജെനിസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ. അതായത് എവിടുന്നെങ്കിലും പൊട്ടിമുളച്ചുകൊണ്ട് വലുതാകാനുള്ള ഒരു പ്രക്രിയ. അത് ഹൃദയത്തിന് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകൾക്ക് മാത്രമുള്ള ഒരു പ്രക്രിയയാണ് ആൻജിയോജെനിസിസ്. അത് എവിടെയാണ്? രണ്ട് രക്തക്കുഴലുകളാണ് ഹൃദയത്തിന് കൊടുക്കുന്നത്. കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്ന 2 രക്തക്കുഴലുകളുണ്ട്. പോസ്റ്റീരിയർ കൊറോണറി ആർട്ടറി ഉണ്ട്, ആന്റീരിയർ കൊറോണറി ആർട്ടറി ഉണ്ട്. ഈ 2 രക്തക്കുഴലുകളാണ് ഹൃദയത്തിന്റെ മാംസപേശികൾക്ക് രക്തം കൊടുക്കുന്നത്. ഈ രക്തം കൊടുക്കുന്ന ഈ രക്തക്കുഴലുകൾക്ക് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ ആ ബ്ലോക്ക് വന്നതിന്റെ അപ്പുറം മാംസപേശികളുണ്ട്, ഹൃദയത്തിന്റെ മാംസപേശികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇതിന്റെ ഈ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ഒരുപാട് മാംസപേശികളുണ്ട്. കാർഡിയാക് മസിൽസ് ഉണ്ട്, സ്ട്രയേറ്റഡ് മസിൽസ് ഉണ്ട്. ഈ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയുന്ന മാംസപേശികളുണ്ട്, സ്ട്രയേറ്റഡ് ആയിട്ടുള്ള മാംസപേശികൾ. അതാണ് ഹൃദയത്തിന്റെ മാംസപേശികൾ. അതൊരിക്കലും തളരാത്ത മാംസപേശികളാണ്. എന്നും അടിക്കാനുള്ള ശേഷി അതിനുണ്ട്. അതൊരു കാലത്തും തളരില്ല. ഈ മാംസപേശികൾക്ക് ഒരു ബ്ലോക്ക് വന്നാൽ ആ ബ്ലോക്ക് വന്നതിന്റെ അപ്പുറമുള്ള മാംസപേശികൾക്ക് രക്തം കിട്ടാതെയാകും. അങ്ങനെയാണ് ഈ അറ്റാക്ക് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. ഈ ബ്ലോക്ക് വന്ന രോഗികൾക്ക് ചെറുതായിട്ടുള്ള ബ്ലോക്കാണെങ്കിൽ നടത്തം കൊണ്ട് ഈ ബ്ലോക്ക് വന്നതിന്റെ മുമ്പും അതിനുശേഷമുള്ള രക്തക്കുഴലുകൾ തമ്മിൽ ബന്ധിക്കുന്ന ഒരു രക്തക്കുഴലുകൾ അവിടെ ജനിക്കുകയും അത് വളരുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യും. അതിന് ആൻജിയോജെനിസിസ് എന്നാണ് പറയുക. അത് ഉണ്ടാകണമെങ്കിൽ നടത്തം കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള രോഗികൾ കുറച്ച് നടന്നതിന് ശേഷം ശ്വാസമുട്ട് തോന്നുന്ന സമയത്ത് നടത്തം കുറച്ചു നേരം നിർത്തണം, കുറച്ച് വിശ്രമിക്കണം, വീണ്ടും അവിടുന്ന് നടത്തം തുടരണം. വീണ്ടും കിതപ്പ് വന്നാൽ ഒരു കാരണവശാലും ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പാടില്ല. കാരണം കിതപ്പ് വന്നിട്ട് പിന്നീട് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകും. അൺസ്റ്റേബിൾ ആൻജൈന വന്നു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും. ഹാർട്ട് അറ്റാക്ക് വരാൻ ഏകദേശം 90% ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കിതപ്പ് വന്ന് തുടങ്ങി എന്ന് തോന്നുന്ന സമയത്ത് 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇരുന്ന് അതിനുശേഷം വീണ്ടും നടത്തം തുടരും. നടത്തം 2 രീതിയിലുണ്ട്. എക്സ്റ്റെൻസീവ് ആയിട്ടുണ്ട്, ചെറുതായിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ നടക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് നടക്കുക. ചെറുതായിട്ട് നടക്കുകയാണ്
ഹൃദയ സംബന്ധമായ രോഗികൾ ചെയ്യേണ്ടത്. എക്സ്റ്റെൻസീവായിട്ട്, അതായത് വളരെ നല്ല രീതിയിൽ നടക്കേണ്ടത് കൈകൾ ഇങ്ങനെയാ വളരെ നല്ല രീതിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാലും മറ്റൊരു കാലും തമ്മിൽ ഏകദേശം 2-3 ചാൺ വീതി വേണം നടക്കുമ്പോൾ. കൈകൾ വളരെ വീശിയിട്ടായിരിക്കണം നടക്കേണ്ടത്. സംസാരിക്കാൻ പാടില്ല. അങ്ങനെ നടന്ന് വിയർക്കുന്നത് വരെ നടക്കണം. വിയർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എനിക്കങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നടത്തം നിർത്തുക, തിരിച്ചു നടക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് സാധാരണ ഹൃദയ സംബന്ധമായ രോഗികളോട് ഡോക്ടർമാർ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ രാവിലെ മുതൽ ഒരു സ്ഥലം വരെ നടക്കുക, എവിടെയെങ്കിലും ശ്വാസം മുട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിലോട്ട് വരിക എന്നുള്ള ഒരു രീതിയിലാണ് അവരോട് വ്യായാമത്തിന്, നടത്തത്തിന്റെ വ്യായാമം ഡോക്ടർ മുകുന്ദൻ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നടത്തം എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായ രോഗത്തിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആൻജിയോജെനിസിസ് ഉണ്ടാക്കും. ഈ ആൻജിയോജെനിസിസ് വഴി ബ്ലോക്കിനെ മറികടക്കാൻ ഒരു കഴിവുണ്ടാകും. ആൻജിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ആ ബ്ലോക്ക് ഉണ്ടായ സ്ഥലത്തുനിന്ന് വേറൊരു രക്തക്കുഴൽ ഉണ്ടാകുകയും അത് ബ്ലോക്ക് ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് മാറിപ്പോവുകയും അതുവഴി ആ ബ്ലോക്കുള്ള സ്ഥലത്തിലുള്ള മാംസപേശികൾക്ക് രക്തവും ഭക്ഷണവും നൽകുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അത് ഉണ്ടാകണമെങ്കിൽ ഹൈപ്പോക്സിയ ഉണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പോക്സിയ ഉണ്ടാകണം. ആ ഹൈപ്പോക്സിയ നടത്തത്തിലൂടെ സാധ്യമാവുകയുള്ളൂ. മറ്റു വ്യായാമങ്ങളിലൂടെയും ഹൈപ്പോക്സിയ സാധ്യമാകും. പക്ഷെ ഹൃദയ സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് നടത്തം കൊണ്ട് മാത്രമേ ആൻജിയോജെനിസിസ് ഉണ്ടാകുകയുള്ളൂ. ഇനി പ്രഷർ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൃക്കകളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന ഒരു അവയവം. കാരണം ശരീരത്തിന്റെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു പങ്ക് വഹിക്കുന്നത് വൃക്കകളാണ്. ശരീരത്തിന്റെ രക്തസമ്മർദ്ദം, രക്തത്തിന് എത്രമാത്രം സമ്മർദ്ദം ഉണ്ടാകണം, എത്രമാത്രം ബ്ലഡ് പ്രഷർ ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്ന ഒരു അവയവം കിഡ്നിയാണ്. ഒരു പക്ഷേ അതിന്റെ 60%, അതിന്റെ 50% തീരുമാനിക്കുന്നത് കിഡ്നിയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ കിഡ്നിയിലോട്ട് 2 രക്തക്കുഴലുകൾ പോകുന്നുണ്ട്. ഈ 2 രക്തക്കുഴലുകളുടെ ഇടയിൽ ഒരു മിസെൻഗ്ലിയൽ സെൽസ് എന്ന് പറയുന്ന ഒരു കുറച്ച് സാധനങ്ങൾ അവിടെയുണ്ട്. ഈ മിസെൻഗ്ലിയൽ സെൽസ് വികസിക്കുകയും ചുങ്ങുകയും വഴിയാണ് കിഡ്നിയിലോട്ട് എത്രത്തോളം രക്തം പ്രവഹിക്കണം, എത്രത്തോളം രക്തം പുറത്തു വരണം എന്ന് തീരുമാനിക്കുന്നത് ഈ മിസെൻഗ്ലിയൽ സെൽസ് ആണ്. ഇതിനനുസരിച്ചിട്ടാണ് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നത്. ഈ കിഡ്നി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ചോദിച്ചാൽ, നാം ഒരു ചായ ഉണ്ടാക്കിയിട്ട് അരിപ്പ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേപോലെയാണ് കിഡ്നി പ്രവർത്തിക്കുന്നത്. ഈ മിസെൻഗ്ലിയൽ സെൽസിന്റെ അവിടെ പ്രഷർ കൂടുന്ന സമയത്ത് രക്തം വന്ന് തളം കെട്ടി നിൽക്കുകയും അരിപ്പയിൽ നിന്ന് രക്തത്തിന്റെ ചെറുതായിട്ട് പോകാവുന്ന എല്ലാ വേസ്റ്റുകളും, എല്ലാ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അരിപ്പയുടെ താഴോട്ട് പോവുകയും അവിടെ നിന്ന് വീണ്ടും വേണ്ടുന്ന സാധനങ്ങൾ ശരീരം വലിച്ചെടുക്കുകയും വേണ്ടാത്തത് മൂത്രമായി പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അതിന്റെ പ്രവൃത്തി നടക്കുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞത്. അവിടെ ഇത് നിയന്ത്രിക്കുന്നത് മിസെൻഗ്ലിയൽ സെൽസ് ആണ്. ഇപ്പൊ മിസെൻഗ്ലിയൽ സെൽസ് കിഡ്നിക്ക് എത്രത്തോളം രക്തം വരണം, എത്രത്തോളം രക്തസമ്മർദ്ദം കിഡ്നിക്ക് ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള രക്തത്തിന് എത്ര സമ്മർദ്ദമുണ്ട് അതിനാസ്പദമാക്കിയായിരിക്കും. 130-100 ഉള്ള ഒരാൾക്ക്, 130-100 സാധാരണ രക്തസമ്മർദ്ദമുള്ള ആളുകൾക്ക് കിഡ്നിയിൽ അതിനനുപാതകമായിട്ടുള്ള രക്തസമ്മർദ്ദമാണ് ഉണ്ടാക്കുക. അനുപാതകമായിട്ടുള്ള രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ കുറയ്ക്കില്ല, കിഡ്നി അതിനേക്കാളും കൂട്ടുകയാണ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഒരു പ്രഷർ കൊടുത്താലല്ലേ വെള്ളം ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ഏറ്റവും കൂടുതൽ ശക്തിയിൽ നമ്മൾ അരിപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പയിൽ നമ്മൾ അരിച്ചെടുക്കുന്നത് അറിയില്ലേ, ഏറ്റവും കൂടുതൽ പ്രഷർ കൊടുത്ത് അത് കുറേയൊക്കെ വെള്ളം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പീജ് കൊടുത്താൽ കുറച്ചെങ്കിലും വെള്ളം വരും. ഇതേ ഒരു അവസ്ഥയാണ് കിഡ്നി കാണിക്കുന്നത്. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിഡ്നിക്ക് രക്തം അത് ശുദ്ധീകരിക്കണമെങ്കിൽ ഈ ശരീരത്തിലുള്ള രക്തത്തിന്റെ പ്രഷറിനേക്കാൾ കൂടണം, എന്നാലല്ലേ ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കൂടുന്ന സമയത്ത് വൃക്കകൾക്ക് തകരാറുകൾ വരും. വൃക്കകൾക്ക് തകരാറ് വരിക എന്ന് പറഞ്ഞാൽ വൃക്കകൾ, ഞാൻ പറഞ്ഞതുപോലെ അരിപ്പകളിൽ ഓട്ടകൾ ഉണ്ടാകും. ഓട്ടകൾ ഉണ്ടാകുമ്പോഴാണ് മൂത്രത്തിലൂടെ രക്തം വരുന്നത്, മൂത്രത്തിലൂടെ പഴുപ്പ് വരുന്നത്. ഇതൊക്കെ ഓട്ടകൾ ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെയാണ് കിഡ്നി രോഗങ്ങളുടെ തുടക്കം. രണ്ടാമത്തത്, രക്തസമ്മർദ്ദം കൊണ്ട് ഏറ്റവും കൂടുതൽ രണ്ടാമത് അനുഭവിക്കുന്നത് തലച്ചോറാണ്. തലച്ചോറിൽ രക്തസമ്മർദ്ദം കൂടിയിട്ടുണ്ടെങ്കിൽ തലച്ചോറിലുള്ള രക്തക്കുഴലുകളെല്ലാം മാർദ്ദവമുള്ള രക്തക്കുഴലുകളാണ്. ഏറ്റവും മാർദ്ദവമുള്ള രക്തക്കുഴലുകളാണ് തലച്ചോറിലുള്ളത്. പ്രഷർ കൂടുമ്പോൾ അതിന് ഈ മാർദ്ദവമായ രക്തക്കുഴലുകൾക്ക് പ്രഷറിനെ താങ്ങാനും
അതിനെ തടുത്തു നിർത്താനുമുള്ള ഒരു ചെറിയ ഒരു കഴിവ് വളരെ കുറവാണ്. കൂടുതലായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രക്തസമ്മർദ്ദം ആ ഒരു പ്രഷറിലായിരിക്കും ബുദ്ധിയിലോട്ട് രക്തം പോവുക. ആ സമയത്ത് അവിടെ രക്തക്കൊയലുകൾ പൊട്ടുന്നു, ബുദ്ധിയിൽ രക്തസ്രാവം ഉണ്ടാകും. ബുദ്ധിയിൽ രക്തസ്രാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തലച്ചോറ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തൊട്ടാൽ, തലച്ചോറ് എന്ന് പറയുന്ന സംഭവത്തെ ഒരു ജീവനുള്ള ഒരു മനുഷ്യനിൽ തലച്ചോറിനെ തൊട്ടിട്ടുണ്ട്, ആ തൊട്ട സ്ഥലം വെള്ളമായി പോകും. ലിക്വിഡ് നെക്രോസിസ് എന്ന് പറയുന്ന സംഭവമാണ് തലച്ചോറിനുള്ളത്. തലച്ചോറ് നമുക്ക് മരണം കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് കയ്യിൽ പിടിക്കാവുന്ന ഒരു അവസ്ഥയിൽ കിട്ടുകയുള്ളൂ. അല്ലാത്ത സമയത്ത് തലച്ചോറിന്റെ മേലെ, അതുകൊണ്ട് തന്നെ തലച്ചോറിന് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഗ്ലാസ് ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് തലച്ചോറിന്റെ സർജറികൾ, ഓപ്പറേഷനുകൾ ചെയ്യാറുള്ളത്. തൊട്ടിട്ടുണ്ടെങ്കിൽ ആ തൊട്ട സ്ഥലം ജലമായി പോകുന്ന ലിക്വിഫാക്ഷൻ നെക്രോസിസ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ രക്തം കട്ടി നിൽക്കുമ്പോൾ തലച്ചോറ് ചുങ്ങുന്നു. തലച്ചോറ് ചുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലച്ചോറിൽ നിന്ന് തലച്ചോറ് നടുമുള്ളായിട്ടാണ് പുറത്തോട്ട് വരുന്നത്. അതിനൊരു ഫൊറാമൻ മാഗ്നം എന്ന് പറയുന്ന ഒരു ഓട്ടയുണ്ട് തലയോട്ടിന്റെ ബാക്കിൽ. ആ തലയോട്ടിന്റെ ബാക്കിലൂടെ തലച്ചോറ് പുറത്തു വരുന്നു. അതായത് ഹെർണിയേഷൻ, ക്ഷണം തന്നെ മരണം സംഭവിക്കുന്നു. ഇതാണ് രക്തസമ്മർദ്ദം കൊണ്ട് പെട്ടെന്ന് പ്രഷർ കൂടി മരിച്ചു എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയാണ്. അപ്പോൾ രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത് തലച്ചോറാണ്. തലച്ചോറിൽ അപ്പോൾ രക്തസമ്മർദ്ദം തലച്ചോറിനെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നു. രക്തസമ്മർദ്ദം അപ്പോൾ വളരെയധികം കാര്യക്ഷമമായിട്ട് നോക്കേണ്ട ഒരു അസുഖമാണ്. അതിന് നിരന്തരമായിട്ട് മരുന്ന് കുടിക്കണം. അതിന് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാരെടുത്ത് പോയി ചെക്കപ്പ് ചെയ്യണം. കൂടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മരുന്നുകളുടെ അളവ് കൂട്ടണം, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നുകളുടെ അളവ് കുറക്കണം. ഒരേ ഒരു അളവിൽ ഒരു മരുന്നുകൾ ഒരു കാലത്തും കുടിക്കാൻ പാടുള്ളതല്ല. അത് ഡോക്ടറെ സമീപിച്ചതിന് ശേഷം എത്രത്തോളമാണ് അളവിൽ മരുന്ന് കുടിക്കേണ്ടതെന്ന് അത്രത്തോളം അളവിൽ മരുന്ന് കുടിക്കണം. എത്രത്തോളം അളവ് കുറക്കണമെങ്കിൽ അത് പ്രമേഹ രോഗികൾക്കും ഇതേപോലെ തന്നെയാണ്. പ്രമേഹം എന്ന് വന്നുപെട്ടാൽ മാറാൻ ബുദ്ധിമുട്ടാണ്. മാറാത്ത രോഗം എന്ന് പറയുന്ന ഒരു രോഗമാണ് പ്രമേഹം. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിച്ചു കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഈ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഈ രോഗത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഡോക്ടർമാരെ നിരന്തരമായി കാണണം. 2 ആഴ്ചയിലൊരിക്കൽ, 15 ദിവസത്തിലൊരിക്കൽ വെറും വയറ്റിലുള്ള രക്തത്തിലുള്ള ഷുഗർ എത്രയുണ്ടെന്ന് നോക്കണം. ഭക്ഷണം കഴിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും PPBS, അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള എത്രത്തോളം രക്തത്തിൽ പഞ്ചസാരയുടെ അളവുണ്ടെന്ന് നോക്കണം. അത് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡോക്ടറെ പോയി കാണിക്കണം. നമ്മൾ തന്നെ ഡോക്ടറാകുന്ന ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. മറ്റൊരു അവയവം പ്രഷർ കൊണ്ട് അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൊണ്ട് വലയുന്ന മറ്റൊരു അവയവം എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. ഹൃദയം എങ്ങനെയാണ് രക്തസമ്മർദ്ദം കൊണ്ട് വലയുന്നത്? ശരീരത്തിൽ, അതായത് രക്തസമ്മർദ്ദം, ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദമുണ്ട്, രക്തത്തിനൊരു സമ്മർദ്ദമുണ്ട്. ഈ രക്തത്തെ പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ഈ രക്തത്തിന്റെ സമ്മർദ്ദത്തിന്റെ മേലെ പമ്പ് ചെയ്താലേ രക്തം മറ്റുള്ള അവയവങ്ങളിലോട്ട് പോവുകയുള്ളൂ. അത് അങ്ങനെ തന്നെയല്ലേ? ഒരു സാധാരണ 2 കഴിവുള്ള ഒരാളുണ്ട്. ഒരു വലിയൊരു മല്ലനാണെങ്കിൽ അവനോട് മല്ല് പിടിക്കണമെങ്കിൽ അതിനെ പോലത്തെ ഒരു മല്ലൻ വരണം, എന്നാലേ മല്ല് പിടിക്കാൻ പറ്റുള്ളൂ. ഒരു തടിയൻ വന്നുകൊണ്ട് ഒരു മെലിഞ്ഞൊരാൾക്ക് ഒരു തടിയൻ അങ്ങോട്ട് മാറ്റി നിർത്താൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് രക്തവും ചെയ്യുന്നത്. രക്തസമ്മർദ്ദം എത്രയുണ്ടോ അത്രത്തോളമുള്ള അളവിലാണ് രക്തം പമ്പ് ചെയ്യാനുള്ള പ്രഷർ ഹൃദയം ചെലുത്തുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ അത്രത്തോളം ഹൃദയം പണിയെടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും? സാധാരണ ഒരു ഹൃദയത്തിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ അവനവന്റെ ഹൃദയത്തിന്റെ വലുപ്പം, അവനവന്റെ കൈ ഇങ്ങനെ പിടിച്ചാൽ ഈ കഴിയിന് എത്ര ഉണ്ടാവും? ഇത്രത്തോളേ ഉള്ളൂ. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇത്ര അളവേ ഉള്ളൂ ഒരു ഹൃദയത്തിന്റെ വലുപ്പം. ഒരു ഹൃദയത്തിന്റെ വലുപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പ്രഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രഷറിനെ ചെറുത്തിക്കൊണ്ട് മറ്റുള്ള അവയവങ്ങളിലോട്ട് ബ്ലഡ് എത്തിക്കുക അല്ലെങ്കിൽ രക്തം എത്തിക്കുക എന്നുള്ളത് ഹൃദയത്തിന്റെ ജോലിയാണ്. ഈ ഹൃദയത്തിന്റെ ജോലി ചെയ്യണമെങ്കിൽ സാധാരണ രക്തസമ്മർദ്ദം ഒരു മനുഷ്യൻക്ക് എത്രയുണ്ടോ അതിനേക്കാൾ കൂടുതൽ സമ്മർദ്ദം ഹൃദയം അവിടെ ചെലുത്തണം. അങ്ങനെ ചെലുത്തുമ്പോൾ ഹൃദയം വലുതാകും. കാർഡിയോ മെഗാലി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ഈ എക്സ്റേയിലൊക്കെ എടുത്താൽ നമുക്ക് കാണാം. സാധാരണ ഒരു മനുഷ്യന്റെ എക്സ്റേ എടുത്താൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ രക്തസമ്മർദ്ദമുള്ള ഒരാളുടെ എക്സ്റേ എടുത്താൽ കാണാം. അതിന്റെ നടുവിലുണ്ടാവും കുറച്ച് വെള്ള സംഭവം. അത് സാധാരണ ആളുകൾക്ക് ഇത്ര വലുപ്പേ ഉണ്ടാവുള്ളൂ. ഈ രക്തസമ്മർദ്ദമൊക്കെ ഉള്ള ആളുകൾക്ക് അത് വളരെ വലുപ്പം വളരെ കൂടുതലായിരിക്കും. അപ്പൊ കാർഡിയോ മെഗാലി ഉണ്ടാകുന്ന സമയത്ത്
ഹൃദയം വികസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ വികസിക്കുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ബ്ലഡ് അവിടെ വരുന്നു. അത്രമാത്രം വീണ്ടും 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 അത്രമാത്രം ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള ശക്തി വീണ്ടും ഈ ഹൃദയം ശേഖരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും ചില ആളുകൾക്കൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, ഹൃദയത്തിന്റെ മിടിപ്പ് കുറവാണെന്ന് പറയുന്നു. അങ്ങനെ ഹൃദയത്തിന്റെ മിടിപ്പ് കുറയുന്നു. അങ്ങനെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അറ്റാക്കിലോട്ട് അത് വഴിതെളിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു വിഷയം, രക്തസമ്മർദ്ദം കൊണ്ട് മറ്റൊരവയവം മൂന്നാമതായിട്ട് വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത് കണ്ണുകളാണ്. കണ്ണുകൾ രണ്ടു തരം കൊണ്ട്, പ്രമേഹം കൊണ്ടും പ്രഷർ കൊണ്ടും ബാധിക്കപ്പെടുന്നുണ്ട് കണ്ണുകൾ. കണ്ണ് എന്ന് പറയുന്നത്, ശരിക്കും കണ്ണ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ഊർജം വലിച്ചെടുക്കുക അല്ലെങ്കിൽ ആ ഊർജം വലിച്ചെടുത്തുകൊണ്ടാണ് അത് കാഴ്ചകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതില്ല. കണ്ണുകൾ സാധാരണ രീതിയിൽ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്, സാധാരണ രീതിയിൽ ഒരു നമ്മൾ കണ്ണാടി നോക്കാറില്ലേ, ആ കണ്ണാടിയുടെ ഒരു പ്രവൃത്തി മാത്രമാണ് കണ്ണുകൾ ചെയ്യുന്നത്. പക്ഷേ പിന്നീട് നാം കാണുന്നത്, നമുക്ക് ഇന്നയാളെയാണ് കാണുന്നത്, ഇന്ന സ്ഥലത്താണ് നമുക്ക് ഇന്ന കാര്യമാണ് ഞാൻ കാണുന്നത് എന്ന് തിരിച്ചറിയിപ്പിക്കുന്നത് തലച്ചോറാണ്. ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്ന ഒരു ഞരമ്പുണ്ട്. ആ ഞരമ്പ് വഴി നാം കാണുന്ന കാഴ്ചകൾ ബുദ്ധിയിലോട്ട് പോകുന്നു. നാം കാണുന്ന കാഴ്ചകളെല്ലാം തല കുത്തനെയായിരിക്കും കാണുന്നത്. അത് ബുദ്ധിയാണ് പിന്നെ നിവർത്തിയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. പ്രമേഹം കൊണ്ട് കണ്ണുകൾക്ക് എങ്ങനെയാണ് ബാധിക്കുക എന്ന് പറഞ്ഞാൽ, പ്രമേഹം കൂടുന്നത് വഴി റെറ്റിന എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ റെറ്റിനയിലാണ് നാം കാണുന്ന എല്ലാ കാര്യങ്ങളും പോയി പതിയുന്നത്. അവിടെ നിന്നാണ് ഒപ്റ്റിക് നെർവ് എന്ത് ചെയ്യുന്നത്, ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് ഇന്നതാണ് കാണുന്നത് എന്ന് തരംതിരിക്കാൻ വേണ്ടി ബുദ്ധിയിലോട്ട് കൊണ്ടുപോകുന്നത് ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്ന ഒരു ഞരമ്പാണ്. ഈ റെറ്റിന എന്ന് പറഞ്ഞ സാധനത്തിന് കേടുപറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു പാളിയാണ് റെറ്റിന എന്ന് പറയുന്ന കണ്ണിന്റെ ഏറ്റവും പിറകിലുള്ള ഒരു പാളിയാണ് റെറ്റിന എന്ന് പറയുന്നത്. ഈ റെറ്റിന എന്ന് പറയുന്നത് ഷുഗറുള്ള രോഗികൾക്ക് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, അതായത് ഈ റെറ്റിന കണ്ണിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് അകന്നു പോകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഈ ഷുഗറുള്ള രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നു. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ ശരീരത്തെ ബുദ്ധിമുട്ടാക്കുന്ന ഒറ്റ ഇലക്ട്രോൺ ഉള്ള ഒരു സംഭവം എന്നുള്ള, അതായത് അത് ജനിതകത്തെ വരെ അത് തട്ടുക തന്നെ ചെയ്യും. ഈ സംഭവം ജനിതകത്തിന്റെ ഉള്ളിൽ, ന്യൂക്ലിയസ്, ജനിതകം, ഒരു മനുഷ്യന്റെ ജനിതകത്തിൽ പോയിട്ട് മാറ്റങ്ങൾ വരുത്താനുള്ള സാഹചര്യം അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവ് ഈ ഫ്രീ റാഡിക്കൽസിനുണ്ട്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ ഒരു തനി മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒറ്റയാനായിട്ടുള്ള ഒരു സംഭവം എന്നുള്ളതാണ്. അത് ചെറിയൊരു, നമുക്ക് കണ്ണുകൾക്ക് പോലും കാണാൻ പറ്റാത്ത, വലിയ വലിയ മൈക്രോസ്കോപ്പുകൾക്ക് പോലും കാണാൻ പറ്റാത്ത അത്രക്കും ചെറിയ സംഭവമാണ്. അതുകൊണ്ടാണ് അതിന് ജനിതകത്തിലൊക്കെ പോയിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത് ഷുഗറുള്ള ആളുകളിൽ ഈ സംഭവം ഉണ്ടാക്കപ്പെടുന്നു. ഈ സംഭവം റെറ്റിനയിൽ ചെന്ന് ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ദ്വാരങ്ങൾ വഴി റെറ്റിന ഡിറ്റാച്ച്മെന്റ്, മറ്റ് കണ്ണിന്റെ ബാക്കിൽ നിന്ന്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒപ്റ്റിക് എന്ന് പറയുന്ന ഈ ഞരമ്പിൽ നിന്ന് വ്യത്യസ്തപ്പെടുന്നു. അങ്ങനെ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പ്രമേഹ രോഗികൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഒന്ന് പരിശോധിക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കണ്ണുകളുടെ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമാണ്. പക്ഷെ അതിനൊരു അളവ്, ഏകദേശം ഒരു 30% ആയിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, കംപ്ലീറ്റ് ബ്ലൈൻഡ്നെസ്, ഒന്നും കാണാത്ത ഒരവസ്ഥയിലോട്ട് നീങ്ങുന്നതാണ്. മറ്റൊരു വിഷയം, ഇസ്ലാം എല്ലാവരോടും എല്ലാ രീതിയിലും ഇസ്ലാം പറഞ്ഞിട്ടുള്ള ശുചിത്വമാണ്. ശുചിത്വം അത്തഹൂറു ശത്രുൽ ഈമാൻ. ഈമാന്റെ ഒരു ഭാഗമാണ് വൃത്തി. ഇസ്ലാമിൽ വൃത്തി എന്ന് പറയുന്നത് വൃത്തി മാത്രമല്ല, വൃത്തിയും വേണം, വെടുപ്പും വേണം. ഇത് തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രം വൃത്തിക്കും വെടുപ്പിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഏകദേശം മനുഷ്യന് വന്ന് ഭവിക്കുന്ന എല്ലാ രോഗങ്ങളിലും 90% രോഗങ്ങൾ തടുക്കാൻ ശുചിത്വം കൊണ്ട് കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവും.
ശുചിത്വം എന്ന് പറയുന്നത് ഒരു വലിയൊരു കാട്ടിന്റെ ഉള്ളിൽ ഒരു മാൻ എങ്ങനെയാണ് അകപ്പെടുന്നത്, അതേപോലെയാണ് ഒരു മനുഷ്യൻ ഒരു വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ അകപ്പെടുന്നു. ഒരു വലിയൊരു സിംഹക്കൂട്ടത്തിൽ ഒരു ആട്ടിൻ അല്ലെങ്കിൽ ഒരു മാൻപേട അകപ്പെടുന്നത് പോലെയാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഒരു മനുഷ്യന്റെ ശരീരമെന്ന് കമ്മ്യൂണിറ്റി മെഡിസിനിലെ HB പാർക്കർ എന്ന് പറയുന്ന വലിയൊരു സൈദ്ധാന്തിക ചിന്തകൻ എഴുതിയിട്ടുള്ളത്. വൃത്തി വളരെയധികം അത്യാവശ്യമാണ്. ഒരുപാട് രോഗങ്ങൾ. ഏറ്റവും ഒരു ചെറിയൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വയറിളക്കം എന്ന് പറയുന്ന രോഗം. ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്നത് റോട്ടാ വൈറസ് ഇൻഫെക്ഷനാണ്. റോട്ടാ വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസ് ബാധയാണ്. ഈ റോട്ടാ വൈറസ് എന്ന് പറയുന്നത് സാധാരണ എല്ലാ ആളുകളുടെയും ഏകദേശം എല്ലാ ആളുകളുടെയും മലത്തിലുണ്ടാകുന്ന ഒരു വൈറസാണ് റോട്ടാ വൈറസ്. ഈ മലത്തിലുള്ള വൈറസ് എങ്ങനെയെങ്കിലും കുട്ടികളുടെ വായയിൽ വീഴുകയും അത് കുട്ടികളുടെ വയറ്റിലോട്ട് ചെല്ലുകയും ചെയ്യുമ്പോൾ ഡയറി ഉണ്ടാകുന്നു. റോട്ടാ വൈറസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഈ അണുവിടെ ഇൻഫെക്ഷൻ വലിയ ആളുകളിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ ചെറിയ ആളുകളിൽ അത് വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. വയറ്റുന്ന പോക്ക് നിൽക്കാനുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ ഈ പ്രസംഗം തുടങ്ങുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, വൈറസ് എന്ന് പറയുന്ന സാധനത്തിനെതിരെ മരുന്ന് ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്ന്. പക്ഷെ റോട്ടാ വൈറസ് എന്ന് പറയുന്ന ഒരു വാക്സിനേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് കുട്ടികൾക്ക് എല്ലായിടത്തും ഇപ്പോൾ ഈ സാഹചര്യങ്ങൾ, ഈ രോഗങ്ങൾ വളരെയധികം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ കുത്തിവെപ്പ്, ഈ റോട്ടാ വൈറസ് എന്ന് പറയുന്ന ഈ കുത്തിവെപ്പ്, അതായത് വായിലൂടെ കൊടുക്കുന്ന ഒരു മരുന്നാണ്, അത് കൊടുക്കുന്നുണ്ട്. ഈ റോട്ടാ വൈറസ് ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ വരുന്നത്, ഒന്നാമത്തത് റോട്ടാ വൈറസ് ഇൻഫെക്ഷൻ, രണ്ടാമത്തത് വൃത്തിഹീനമായ സാഹചര്യം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു വലിയൊരു രോഗമാണ് ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗം. ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗം ചെറിയ രോഗമൊന്നുമല്ല. അത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ മരണത്തിനെ വരെ വരുത്തി വെക്കുന്ന ഒരു രോഗമാണ് ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗം. ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗം അത് മലത്തിലുണ്ടാകുന്ന ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലോട്ട് മലത്തിലൂടെയാണ് അത് പ്രവഹിക്കുന്നത്. ആ രോഗത്തിന്റെ അണു പ്രവഹിക്കുന്നത് അങ്ങനെയാണ്. ഒരാളുടെ മലത്തിലുണ്ടാകുന്നു, അവിടെ ഏതെങ്കിലും ഒരു സംഭവങ്ങൾ, ഈച്ചയോ മറ്റോ വന്നിരിക്കുന്നു, മറ്റുള്ള ഒരാളുടെ ഭക്ഷണത്തിൽ ചെന്നിരിക്കുന്നു, അത് അയാൾ കഴിക്കുന്നു, ടൈഫോയിഡ് വരുന്നത്. ടൈഫോയിഡ് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ വൻകുടലിലും ചെറുകുടലിലും ചെറിയ ചെറിയ ഓട്ടകൾ ഉണ്ടാക്കുന്നു, ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു. ആ ദ്വാരങ്ങൾ പെരിറ്റോണൈറ്റിസ് എന്ന് പറഞ്ഞ വലിയ രോഗമുണ്ടാക്കുന്നു. ഈ പെരിറ്റോണൈറ്റിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്തിട്ട് ആ ദ്വാരങ്ങൾ അടയ്ക്കണം. ആ അടച്ചിട്ടില്ലെങ്കിൽ ആ പെരിറ്റോണൈറ്റിസ് മൂലം മരണം ആസന്നമാകുന്നതാണ്. ഇനി പ്രമേഹ രോഗികൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ഒരു വൃത്തിയുടെ കാര്യത്തിൽ, ശുചിത്വത്തിന്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം നോക്കാനുള്ളത്, ഒന്ന് നഖം വെട്ടുക എന്നുള്ളതാണ്. ഇസ്ലാം, അള്ളാന്റെ റസൂൽ എല്ലാ വ്യാഴാഴ്ചയും നഖം വെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നഖത്തിന്റെ ഉള്ളിൽ ചളികളുണ്ട്. ഈ ചളികളുടെ ഇടയിൽ അണുക്കൾ തിങ്ങിയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും കൂടുതൽ ടൈഫോയിഡ് രേഖപ്പെടുത്തിയത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ഒരു പഠനം നടക്കുകയുണ്ടായി. ആ പഠനത്തിൽ കണ്ടത് ഇവർ നഖം വെട്ടാത്തത് കൊണ്ടാണ് എല്ലാവർക്കും ടൈഫോയിഡ് വന്നത് എന്നാണ്. വളരെ ആശ്ചര്യപ്പെടുന്ന ഒരു കണ്ടുപിടുത്തമാണത്. മദ്രാസ് മെഡിക്കൽ കോളേജിൽ നടത്തിയൊരു പഠനം, മദ്രാസ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചൊരു പഠനം. ഏറ്റവും കൂടുതൽ അവർ കണ്ടെത്തി നഖം വെട്ടാത്തത് കൊണ്ടാണ് ടൈഫോയിഡ് എന്ന് പറഞ്ഞ രോഗം വന്നത് എന്നാണ് കണ്ടുപിടിച്ചത്. ഈ ടൈഫോയിഡ് എന്ന് പറഞ്ഞ രോഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലത്തിൽ നിന്ന് മറ്റുള്ള ആളുകളിലോട്ട് പകരുന്നതാണ്. അത് ഏതെങ്കിലും മലത്തിൽ നിന്നാവണം, മലം കിടന്ന മണ്ണിൽ ടൈഫോയിഡ് എന്ന് പറഞ്ഞ രോഗാണു കാലങ്ങളോളം മണ്ണിൽ ഒരു കേടുപാടുമില്ലാതെ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും തീരെ കാണാൻ പറ്റാത്ത കുറെ രോഗങ്ങളൊക്കെ ഉണ്ട്. കോളറ, അതുപോലെ അതൊന്നും ഇപ്പം നമ്മുടെ നാട്ടിലില്ല. നാട്ടിൽ നിന്ന് അതൊക്കെ ഇപ്പോൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഈ കോളറ എന്ന് പറഞ്ഞ രോഗങ്ങളൊക്കെ. പ്രമേഹമുള്ള രോഗികൾ മറ്റൊരു കാര്യം അവർ വളരെയധികം ശ്രദ്ധിക്കാനുള്ളത് അവരുടെ പാദങ്ങളുടെ സംരക്ഷണമാണ്. അവരുടെ പാദങ്ങളുടെ സംരക്ഷണമാണ്. ഒരു മുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറി വലുതാകും, ആ മുറി ഉണങ്ങില്ല. അത് പാദങ്ങൾ അതിനനുസരിച്ച് ചെരുപ്പിട്ട് നടക്കണം. ചെരുപ്പിട്ട് നടന്നതിന് ശേഷം Allah